വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരയേറ്റ. ദേഹികൾ കമൃതായേ തവ ദേഹമിരി പതിനായേ Kambrataye Papa Negamiri Padinaye Kambrataye Ama Negamiri Padinaye Ama Negamiri Padinaye Vedamodidum Agayaniye Vedamodidum Agayaniye Vedamodidum Agayaniye Kambrataye Ama Negamiri Padinaye Vedamodidum Agayaniye Vedamodidum Agayaniye Vedamodidum Agayaniye Vedamodidum Agayaniye Bedenegil tuna imaniga taye ni sadi sadi madi pama pasate ni pani pama di pama ni sadi sadi madi pama pasate ni pani pama di pama ni gudu kaduna ya zamar mazama nani kamiri padalla zamya zuga mama ni diya ego baye dama charanamende charanam Kambrataye Tama Negamiri Padinaye Vedamodidum Agayaniye Vedamodidum Agayaniye
വേദനയിൽ തുണ ഈ നാലികതായേ നീ സടി സടി മാടി പമാനി പമ പസ സടി പനി പമടി പമടി മടി നീ ചുട്ട് കരുണ രസമാർന്ന സമ നാനിക മിരി പദാല സാമ്യ സുഖ മമ നീ തീയാ ഏകോ പയേ തിരു ചരണമെന്റെ ചരണം mani pamani pama pasata ni bani pama di pam di madisa ni tadi mani pamani pama pasata ni bani pama di pam di madisa ani tadi mani pamani pama pasata ni bani pama di pam di madisa ani tadi mani pamani pama pasata ni bani pama di pam di madisa ni judu kaduna yasamarna sama nani jamiri padala samya suga mama ni tiya ego paye tiru charanamende charanam ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് വീണ്ടും ഇങ്ങനെ കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ ദൈവം നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷണിച്ചവർക്ക്, ചുമതലപ്പെട്ടവർക്ക്, വിശേഷിച്ച് സജി പാസ്റ്റർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവെടുത്താണല്ലോ. ഡിസൈൻമെന്റ് വന്നു, വായിച്ചോ മോനെ. ഈ മൈക്ക് യോടി മോശം മിക്കവാറും പരുവക്കേടാ. എന്തേലും കണക്ക് കാണും. ഉണ്ടതാ. അതാ മൈക്കിന് എന്തോ മോനെ. മോൻ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. നീ എന്തിനാടാ ഓടുന്നത്? വേറൊരു മൈക്ക് കൂടെ തരുമോ? അന്നേരം എവിടെ വേണ്ടേ? തുടക്ക ദിവസം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊന്നും കുഴപ്പമില്ല. നാളെ അതെല്ലാം പരിഹരിക്കും. ഒന്നുകൂടെ വായിച്ച് സഹായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവെടുത്ത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പരിചിതരായ അനേക ദൈവദാസന്മാരും ദൈവമക്കളുമുണ്ട്. വിശേഷിച്ച് ഈ ഓതറ, വെടിഞ്ഞാറ്റോതരയും കിഴക്കനോതര, ഇവിടെ അനേക ദൈവമക്കൾ കർത്താവിനെ ഉണ്മയോടെ സേവിക്കുന്ന, ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ കർത്തൃദാസന്മാരെയും, സഭകളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവെടുത്താണ്. കർത്താവിന്റെ മഹത്വം. അവിടെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ദൈവം അനുവദിച്ചാൽ ഇന്നും നാളെയും ഒക്കെ നടക്കുന്ന ഈ സുവിശേഷ യോഗം ചിലരുടെ രക്ഷയ്ക്കും ഗുണീകരണത്തിനും ശുദ്ധീകരണത്തിനും യഥാസ്ഥാനത്തിനും ഒക്കെ ഉതകട്ടെ എന്ന് ഞാനും കർത്താവിൽ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. വളരെ പരിചിതമായ തിരുവെഴുത്തുമാണ്. എന്താണ് സുവിശേഷം? ഇത് ഓതറക്കാരോട് പറയേണ്ട കാര്യമില്ല. നിങ്ങളതെല്ലാം
അറിഞ്ഞവരും പഠിച്ചവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും മാത്രമല്ല പഠിപ്പിക്കുന്നവരുമാണ്. അറിയാത്ത ആരെങ്കിലും പൊട്ടുപഠിച്ച് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ദൂരത്തിരുന്ന് ആരെങ്കിലും ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ അവരുടെ അറിവിന് ഒന്ന് രണ്ട് വാചകത്തിൽ പറയാം. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, ആളെ കൂട്ടുകയല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്, നമുക്കറിയാം. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു, അതാണ് സുവിശേഷം. ധന്യനായ പൗലോസ് തന്റെ ലേഖനത്തിൽ, തിമോഥെയോസിന്റെ ലേഖനത്തിലെ കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എന്റെ സുവിശേഷം. അങ്ങനെ കാര്യം വായിച്ചു തരികയും വാക്യം പറയാം. പുള്ളിക്കാരി ബൈബിൾ ക്വിസിനൊക്കെ ഫസ്റ്റ് പ്രൈസ് മേടിച്ചതാ. എനിക്ക് ഒന്ന് പവർ വിഷന്റെ ആണെന്ന് തോന്നല്ലയോ? ഫസ്റ്റ് മേടിച്ചിരിക്കുക. സ്തോത്രം. മാത്തുക്കുട്ടി ഞാൻ അനുവദിച്ചത് കൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നത്. ഇല്ലേ പരിവക്കാട് ആ വീടുമായിട്ട് ഞാനതാ മുമ്പേ പറഞ്ഞ്, ദാനിയേൽ മാത്യു പാസ്റ്റർ ഞാനും അവിടെ പോയി പാർക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതാണ്. മുളക്കൂടയല്ലേ സിയാമ്മയുടെ വീടാ, നമ്മുടെ തുണ്ടത്തിലേത്ത് മാത്തുക്കുട്ടി. അവരുടെ അപ്പച്ചൻ പഴയ വിശ്വാസിയാ, കുക്കു സാഹിബിന്റെ കാലത്ത് വന്ന ആളാ. എന്റെ കൂട്ടുകാരിയും വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ആ വീടുമായിട്ട് നല്ല ആത്മീക ബന്ധമുണ്ട്. കർത്താവിൻ്റെ വചനം നല്ല തിട്ടമുണ്ട്. അത് പ്രസംഗിക്കുന്നവർക്ക് വളരെ ആശ്വാസമായിട്ട് വായിക്കുകയും എന്തെങ്കിലും വിട്ടുപോയാൽ അത് പൂരിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ മകത്ത് ദൈവം രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ. അവർ വേറൊരു കാര്യത്തിന് ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ വന്നതാ. യോഗത്തിന് ഇന്ന് രാത്രി കൂടി നാളെ തിരിച്ചു പോവുകയും ചെയ്യും. വന്നതിന് സന്തോഷവും നന്ദിയും ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം അവരുമായിട്ടൊരു കടപ്പാടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം യോഗങ്ങൾക്ക് എന്നെ വിളിച്ച് സ്തോത്രകാഴ്ചയും തന്നിട്ടുണ്ട്, ഭക്ഷണവും തന്നിട്ടുണ്ട്. ആ വീട്ടിൽ വിശ്രമിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള നല്ല ആത്മീക ബന്ധം തന്നെയല്ല. അവർ അലയിലായിരുന്നു മാത്തുക്കുട്ടിച്ചാൻ. അപ്പം ഗൾഫിലെ അലയിൽ ചെന്നപ്പോഴും അവർ പാർത്തെടുത്ത് പോകുവാനും പാർക്കുവാനും ഏറെ ദിവസങ്ങൾ ശുശ്രൂഷകളൊക്കെ അനുഭവിപ്പാൻ ഇടയായിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തലമുറകളെയും കുടുംബത്തെയും എല്ലാം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. ഈ പുസ്തകത്തിൽ വാക്യമുണ്ട്, നന്ദിയുള്ളവരായിരിക്കണമെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീർ, അതാകുന്ന സുവിശേഷം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുണ്ട ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, അല്ല കുനിക്കുമേ, അത് വെகு സന്തോഷമേ. സഭകളെ വന്ന പാടുവിൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവിൻ, സുവിശേഷം ചൊല്ലാനോടുവിൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ, മനം ഒത്തല്ലാരും നിന്നിടുവിൻ, വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, അല കുനിക്കുമേ, അത് വെகு സന്തോഷമേ. ഈ പാട്ട് ഞാൻ ആദ്യം കേൾക്കുന്നതും പഠിക്കുന്നതും നമ്മുടെ ഖേമബ്രഹാം ഗാവാലത്ത് വന്നൊരു യോഗം നടത്തിയപ്പോഴാണ്. അത് തൈവേലി വീടിന് തൊട്ട് ഫ്രണ്ടിലെ കളത്തിപ്പറമ്പുകാരുടെ ഒരു പറമ്പിലൊരു യോഗം. അപ്പം അന്ന് വളത്തേലാണ് വന്നത്. അപ്പോൾ ആ റോഡുമൊക്കെ ആയത്. അപ്പം അന്ന് വന്ന് 2 പാട്ട് ഖേമബ്രഹാം പാടി. അത് രണ്ടും ഞാൻ അന്ന് രാത്രി പഠിച്ചെന്നുള്ളതാണ്. ഇങ്ങനത്തെ കേസ് വന്നാൽ വിടുകയില്ല. പണ്ടൊരു തള്ള പറഞ്ഞാൽ വന്ന വഴക്ക് ഞാൻ വിടുകയില്ല, പുതിയ വഴക്ക് ഇപ്പോൾ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അന്ന് രാത്രി അദ്ദേഹം ഈ 2 പാട്ട്, ഒന്ന് ശ്രീനരപതിയെ സിയോൻ മണവാളൻ എന്നുള്ള പാട്ട്, 2 ഈ പാട്ട്, അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട് അന്ന് രാത്രി തന്നെ കാണാതെ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ആ പാട്ട് പാടുമ്പോഴൊക്കെ അദ്ദേഹത്തെ ഞാൻ ഒന്നുകൂടെ ഓർക്കാറുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ എന്താണ് സുവിശേഷം?
അത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. ആ സുവിശേഷം കൊണ്ട് മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ. തൊടുകൈക്ക് പറയാം, അതൊക്കെ പിന്നാലെ അവർ പറയും, എന്നാലും പറയണമല്ലോ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ ദാനധർമ്മം കൊണ്ടൊന്നും നിത്യതയിലെത്താൻ ഒക്കത്തില്ല. രാമൻ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശുദ്ധ തിരുവെടുത്ത് പറയുന്നത് അത് അങ്ങനെ തന്നെ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. നിങ്ങൾ ആ വാതിൽക്കൽ നിൽക്കുന്നവരെല്ലാം അകത്തോട്ട് കയറുക. നമ്മൾ യോഗം തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ ഇനി കയറിപ്പോരും. കയറാൻ പറയുമ്പോൾ വേണേൽ തിരിഞ്ഞു പോകുമായിരിക്കും. എന്നാലും കയറുക. ഇവിടെ കസാരയുണ്ട്. പിന്നെ ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യാം. തീരുമ്പോൾ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. ഞാനൊന്നും പറയുകയല്ല. ചെല്ലി വന്നിരിക്കാത്ത അയാൾ ബോധമുള്ളവനല്ല. എഴുന്നേറ്റ് പോയാൽ വല്ലതും വിളിച്ച് പറയുന്നൊക്കെ ഓർത്താ ചെല്ലു വന്ന് നിങ്ങൾ വന്നിരുന്നു മക്കളെ ഇഞ്ഞ് കയറുക. ഗുണം വരിക എന്ന് ഇന്ന് രാത്രി വരട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം അത് യേശു ക്രിസ്തു. ഇനി എവിടെയും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. മറ്റു കാര്യമൊന്നും എല്ലായിടത്തും എപ്പോഴും ഒന്നും പറയാൻ ഒക്കത്തില്ല. ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. എന്നാൽ എവിടെയും ഏത് സ്ഥലത്തും ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും പറയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ഈ സദ്വർത്തമാനം, ഗുഡ് ന്യൂസ് എന്നൊക്കെയാ നമ്മൾ പറയുന്നത്. എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ല, എങ്കിലും അറിവുള്ളവരുണ്ട്, തെറ്റുകാരനെ ക്ഷമിക്കണം. നല്ല ന്യൂസാ. സ്തോത്രം. ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ വാർത്ത നോർത്തിലും പറയണം, സൗത്തിലും പറയണം, വെസ്റ്റിലും ഈസ്റ്റിലും എല്ലാം, തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും പറയാനുള്ള ഒരേ ഒരു വാർത്തയുള്ളൂ, അത് സുവിശേഷമാണ്. സ്തോത്രം. കിഴക്ക് പടിഞ്ഞാറങ്ങ് തെക്ക് വടക്കുമായി, കിഴക്ക് പടിഞ്ഞാറങ്ങ് തെക്ക് വടക്കുമായി വചനമന്വേഷിച്ചങ്ങാലഞ്ഞു നടക്കും. അന്ന് യൗവനക്കാരെല്ലാം അവിടെയായി ബോധം കെട്ടങ്ങ് വീഴും. അന്ന് യൗവനക്കാരെല്ലാം അവിടെയായി ബോധം കെട്ടങ്ങു വീഴും. കരുണയിൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയിൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. പല വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിന്റെ വിശപ്പു തന്നെ. അപ്പത്തിൻ വീഴ്ച പല വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിന്റെ വിശപ്പു തന്നെ. അന്ന് ദേശത്തേക്കയക്കുന്ന നാളുകളടുത്തു പോയി, രക്ഷ നീ നേടിക്കൊള്ളുക. അന്ന് ദേശത്തേക്കയക്കുന്ന നാളുകളടുത്തു പോയി, രക്ഷ നീ നേടിക്കൊള്ളുക. കരുണയിൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടും. കരുണയിൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. അപ്പൊ ശ്രദ്ധിക്കുക, എവിടെയും ഉയർത്തുവാൻ, പറയുവാൻ, അറിയിപ്പാൻ പറ്റിയ ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. അതെ, ആ സുവിശേഷ പുസ്തകത്തിൽ നിന്ന് ഇന്ന് രാത്രി നമ്മൾ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഞാൻ എപ്പോഴും പറയും, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നായി മാർഗത്തിൽ വന്നത്. ഒറ്റവാക്കി പറഞ്ഞാൽ അമ്പലത്തിലെ ദീപാരാധനയും ദർശനവും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അന്ന് കളപ്പക്കുറിയൊക്കെ നെറ്റിയിലും ശരീരത്തും ഉണ്ട്, കയ്യിൽ പ്രസാദമുണ്ട്, ഇതുപോലെ ഒരു ഉത്തരീയം ഇട്ടിട്ടുണ്ട്, വേറൊരു മുണ്ട് ഉടുത്തിട്ടുണ്ട്.
അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു സുവിശേഷ യോഗം, ഒരു പ്രാർത്ഥനാ യോഗം. ദൂരെ മാറി നിന്ന് ശ്രദ്ധിച്ചു. ശാരീരിക ക്ഷീണവും പ്രയാസമുള്ള കാലമായിരുന്നു. ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേണ്ട വിധ സൗഖ്യം ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പ്രാർത്ഥന യോഗത്തിൽ ചെന്ന് സംബന്ധിച്ചില്ലെങ്കിലും മാറി നിന്ന് കേട്ടു. അന്ന് രാത്രി അവിടെയുള്ള ദൈവദാസന്മാര് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. അവർ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെട്ട് പ്രാർത്ഥിച്ചു. അന്ന് ധാരാളം കർത്തൃദാസന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആള് തകഴിയിലെ തങ്കച്ചായന. അദ്ദേഹം മൺമറഞ്ഞു. കർത്താവിന് മഹത്വം. പ്രവാചകനായിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രവചനമെല്ലാം എൻ്റെ ജീവിതത്തിൽ അച്ചട്ടായിട്ട് ഓരോന്നോരോന്ന് നിറവേറി. ദൈവത്തിന് മഹത്വം. അപ്പോൾ പ്രവാചകൻ തങ്കച്ചായന്, പിന്നെ ഒരു ബിജു പാസ്റ്റർ ഉണ്ടായിരുന്നു, നമ്മുടെ കരുവാറ്റ ജോൺസൺ പാസ്റ്റർ നൂണ്ടിയല്ലേ. അപ്പം അദ്ദേഹമൊക്കെ അന്ന് അവിടെ വന്ന് ശുശ്രൂഷിച്ച് വരാം. കരുവാറ്റ ജോൺസൺ പാസ്റ്റർ. ഇങ്ങനെ ധാരാളം കർത്തൃദാസന്മാർ, പഴയതറിലെ സൈമൺ പാസ്റ്റർ, അങ്ങനെ ആ പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ചേർന്ന് യോഗം നടത്തുക. എന്തായാലും കൊള്ളാം. കർത്തൃദാസന്മാർ എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എനിക്ക് സൗഖ്യവും തന്നു. ഉദ്ദേശം ഒരു 11:45 രാത്രിയിൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകി. അങ്ങനെ ഈ മാർഗത്തിൽ വന്നത്. അപ്പം അതിന് മുമ്പ് ഇതൊന്നും വലുതായിട്ട് ഒന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും 1-2 പാട്ടൊക്കെ പഠിച്ചു. അപ്പം ഞങ്ങളുടെ അടുത്ത് അക്കരെ ഒരു അമ്പലമുണ്ട്. ഇവിടുത്തെ ഇക്കരെ അമ്പലത്തിൽ രാവിലെ പോകും, പിന്നെ അക്കരെ അമ്പലത്തിൽ പോകും. 6 കടത്ത് കയറി പോകണം. പള്ളിയിറക്കാവെന്ന് പറയും. അവിടുത്തെ എല്ലാ ഞായറാഴ്ചയും അവിടെ പോകും. അപ്പോൾ അവിടെ അമ്പലത്തിലെ രാവിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് കടത്തുണ്ട്. രാമേന്ദ്രൻ്റെ കടത്തെന്ന് പറയും. രാമേന്ദ്രൻ എന്നാ കടത്തുകാരൻ്റെ പേര്. അപ്പം കടത്ത് കയറിയവരെ വന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ആ CMS കെട്ടി, പണ്ട് CMS, ഇപ്പോഴും അങ്ങനെ തന്നെ, ആ പള്ളിയിൽ നല്ല പാട്ട് പാടും. പള്ളിയിൽ നമ്മൾ ബന്ധുക്കോസുകാർ പാടും പോലൊന്നും അല്ല, നല്ല കണക്കിനാണ് പാടും. നമ്മൾ ഒന്നേ വരി തെറ്റുമില്ലേ, മറന്നു ഉടനെ അന്യഭാഷ പറഞ്ഞ് നമ്മളങ്ങ് വിറയ്ക്കുക. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുക. എല്ലാവരുടെയും കാര്യമല്ല, മിക്കവരും അങ്ങനെ. എന്നാൽ അവർ നല്ല ചരട് പിടിച്ചതുപോലെ. അപ്പോൾ എനിക്ക് പാടാൻ വലിയ ട്യൂണും കൃപയൊന്നുമില്ലെങ്കിലും പാട്ട് ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നു, മിക്ക ദിവസവും ഞായറാഴ്ച ആ തെങ്ങ ചാരി നിന്ന് പാട്ട് കേൾക്കും. അങ്ങനെ ഞാൻ അന്ന് അമ്പലത്തിൽ പോയിരുന്ന കാലത്ത് 5-6 പാട്ട് പഠിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. നല്ല പാട്ടുകളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ കാലത്ത് ഈ മാർഗത്തിൽ വന്നപ്പോൾ പ്രാരംഭത്തിലൊക്കെ ഈ വേദപുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായത് 4 സുവിശേഷം ഉണ്ടെന്നാണ്. കാരണം മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. എന്നാൽ അന്നത്തെ ചിന്തയാണ്, അറിയത്തില്ല. ഇപ്പോഴും എല്ലാം അറിയത്തില്ല. എന്നാൽ സഭയിൽ ചെന്ന് ബഹുമാന്യരായ കർത്തദാസന്മാർ വചനം പഠിപ്പിച്ചപ്പോൾ, അത് കേട്ടപ്പോൾ, വേദപുസ്തകം വായിച്ചപ്പോൾ, അവരിൽ കൂടിയുള്ളതായ ആ ദൈവവചനം പഠിച്ചപ്പോൾ മനസ്സിലായി, സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. പിന്നെ ഈ 4 പേരും സുവിശേഷത്തിന്റെ 4 വിശേഷതകൾ രേഖപ്പെടുത്തിയിരിക്കുക. എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? അത് 4 ഉള്ളൂ, അല്ല 440 വന്നവല്ല, ധാരാളം വിശേഷതയുണ്ട്. പക്ഷെ അതൊന്നും വർണ്ണിക്കാൻ നമ്മളെ കൊണ്ട് ഒക്കുകയല്ല. പണ്ട് കവി പാടി, ശേഷനാ എങ്കിൽ വർണ്ണിപ്പിൻ ശേഷിയാതെ ഭവൽ ഗുണം. കൊട്ടാരത്തിലൊക്കെ കവികളുണ്ട്. രാജാവിനെ ചുമ്മാ നമ്മുടെ ഭാഷ പറഞ്ഞാൽ രാജാവിനെ അങ്ങ് കളത്തുമ്പൻ രാജാവ് കിഴിയൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. കണ്ടാനും കളത്തും. കിഴി കിട്ടുമെന്ന് പറഞ്ഞാൽ മിക്കവാറും നിന്നെ കിഴിച്ചു വിടുകയേ ഉള്ളൂ. അപ്പം അന്ന് ഈ രാജാവിനെ സ്തുതിച്ച് കീർത്തനങ്ങളൊക്കെ, ശ്ലോകങ്ങളൊക്കെ ചൊല്ലും. അപ്പോൾ ഒരു രാജാവിനെ കണ്ടുകൊണ്ട് ഒരു കവി എഴുതി, ചന്ദ്രനോ പത്മമോ എന്ന് സന്ദേഹിക്കുന്നു ലോകരും. അല്ലയോ മഹാരാജൻ, അങ്ങയുടെ മുഖം കണ്ടിട്ട് നാട്ടുകാർക്കൊക്കെ ഒരു സന്ദേഹം. അപ്പൊ ചോദിച്ചു, അയന ഇത് ചന്ദ്രനാണോ, പത്മമാണോ, താമരയാണോ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുകയാണോ എന്ന് നാട്ടുകാരുടെ ഇടയിൽ ഇയാളെ കണ്ടാൽ വെള്ളം പോലും കുടിക്കാനത് വേറൊരു ഇയാൾക്ക് കാശ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം ചന്ദ്രനോ പത്മമോ എന്ന് സന്ദേഹിക്കുന്നു ലോകരും. അപ്പോൾ ഒരു കിഴി കൊടുത്തു, അതിൻ്റെ കാര്യം നടന്നു. അപ്പം മേടത്തം കയറി മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻ മുഖം. അത്ര തന്നെ. കണ്ടോ, അതിനാ നേരത്തെ വരാൻ പറഞ്ഞ, ഞാൻ നേരത്തെ 1-2 കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അവനും കൊടുത്തൊരു കിഴി. എല്ലാവരും കിഴി മേടിച്ച് പോവുക. അപ്പം മിടുക്കനായൊരു കവി ഉടനെ ഒരു ശ്ലോകം ചൊല്ലി,
ശേഷനായെങ്കിൽ വർണ്ണിപ്പിൻ ശേഷിയാതെ ഭവൽ ഗുണം. അല്ലയോ മഹാരാജൻ, ഞാൻ ശേഷനായിരുന്നെങ്കിൽ അങ്ങയുടെ ഭവൽ ഗുണങ്ങളെല്ലാം വർണ്ണിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ശേഷനല്ല എന്ന് പറഞ്ഞാൽ, ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ പാമ്പ് പലതുണ്ട്. ഞാൻ ആ വിഷയത്തിലോട്ട് വരുന്നുണ്ട്. സർപ്പമാണെന്നല്ല നമ്മളെടുത്തത്. അപ്പം അവിടെ പല പാമ്പുകളുണ്ട്. വാസുകി, അനന്തൻ, ഇങ്ങനെ ആർക്കോടകൻ, ഇങ്ങനെ പല പാമ്പുകളുണ്ട്. അതില് ഒരു പാമ്പാണ് ശേഷൻ. 1000 തലയുണ്ടെന്ന. നമ്മുടെ ടിയൻ ശേഷൻ അല്ല, പുരാണത്തിലെ കാര്യമാണ് പറഞ്ഞ്. 1000 തലയുണ്ടെന്ന. അപ്പൊ സാധാരണ പറയുന്നത് ഒരു പാമ്പിന് 2 നാക്കുണ്ടെന്നാ. കണ്ടിട്ടില്ലയോ ഇങ്ങനെ? അപ്പൊ 1000 തലയുള്ള പാമ്പിന് എന്തേലും ഒന്ന് പറ. വണ്ടിക്കൂലും മുടക്കി ഇവിടം വരെ വന്നതല്ലേ നമ്മൾ? 2000. അത്ര തന്നെ. കണ്ടോ, 2000. അപ്പോൾ കവി പറയുകയാ, ഇവരെല്ലാം ഓരോ നാവ് കൊണ്ടാണ് വർണ്ണിച്ചത്. ഞാന് ശേഷനായിരുന്നെങ്കിൽ, അയ്യോ 2000 നാവ് ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാന്റെ ഗുണഗണങ്ങളെല്ലാം നല്ലതുപോലെ ഞാൻ വർണ്ണിച്ചേനെന്ന് പറഞ്ഞ് അവന് മുഴുത്ത കിഴി കൊടുത്തു. ഒരു കാര്യം പറഞ്ഞതാ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ കൊത്തനാവ് കൊണ്ടൊന്നും വർണ്ണിച്ചാൽ തീരുന്നവനല്ല യേശു. സ്തോത്രം. അവിടുന്ന് മഹിമയുള്ളവനാ. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിവനായി ചുട്ടുപിടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം വലങ്കി പിടിച്ച് നിലവിളക്കട നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി ഈ പന്തലിൽ വന്നിട്ടുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, അത് ആൽത്തറമുക്കിന് കൂടിയാലും കൊള്ള, കിഴക്കനോതരെ ചെന്ന് കൂടിയാലും കൊള്ള, ഇളകുറ്റു ഭാഗത്ത് കൂടിയാലും കൊള്ള, നെല്ലാട് കൂടിയാലും കൊള്ള, അത് കുമ്പനാട്ടാന്തേലും കൊള്ള, 2 or 3 പേർ അവിടുത്തെ തിരുനാമത്തിൽ എവിടെ കൂടിയാലും നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നസറായൻ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ നടക്കുന്നുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിനക്ക് സമാധാനം നൽകുവാൻ, നിനക്ക് ആശ്വാസം നൽകുവാൻ, നിന്നെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ നസറായൻ ഇന്ന് രാത്രി ഈ ഇതിന്റെ നടുവിൽ നടക്കുന്നുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടുത്തെ ഗുണഗണങ്ങൾ നമ്മൾ വർണ്ണിച്ചാലൊന്നും ഒക്കുകയല്ല. നമ്മൾ പിന്നെ ഏതാണ്ട് ഒരു അറ്റവും മൂലയൊക്കെ ഇച്ചിരി പറയുന്നതേ ഉള്ളൂ. എന്തോ ശ്രേഷ്ഠതയായ യേശുവിനെ, കർത്താവിന് മഹത്വം കാണാൻ തന്നെ എന്തോ ഒരു ചന്തമാണ്. ദൈവത്തിന് മഹത്വം. ഒരു തലയും 2 കൈയും 2 കാലും, അതൊക്കെ മതി. അതിൻ്റെ ആവശ്യമുള്ളല്ലോ. സ്തോത്രം. ഒരു കിരീടം കൊടുക്കണേ തന്നെ 1 മതി. സ്തോത്രം. എൻ്റെ അഭിപ്രായം 3 മീറ്റർ തുണി കൊണ്ടേ കാര്യം നടക്കും. ഇപ്പം അത്ര പറയുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ ഗുണഗണങ്ങൾ നമ്മൾ വർണ്ണിച്ചാലൊന്നും ഒക്കത്തില്ല. അതുകൊണ്ടല്ലയോ നിങ്ങൾക്കറിയാം, ശൂലേങ്കാരിയോട് ചോദിച്ചു, നീ ആരെ പറ്റിയാ ഇങ്ങനെ പാടിയും പറഞ്ഞും തുള്ളിയും ചാടിയൊക്കെ ഇരിക്കുന്നത്? അവൾ പറഞ്ഞു, എന്നെ വീണ്ടെടുത്തൊരു ഇടകച്ചെറുക്കനുണ്ട്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു ഉപേക്ഷിച്ചു, ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ എന്നെ ആ നരകത്തിൻ്റെ ചുവട്ടിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ആപ്പിളെന്നാ. ഇനി അത് പറഞ്ഞ് തർക്കമൊന്നും വേണ്ട, ആപ്പിളോ നാരകമോ ആയിക്കോട്ടെ. അവൻ അതിൻ്റെ ചുവട്ടിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു. 8ന്റെ 5 അങ്ങനല്ലേ? നാരകത്തിന്റെ ചുവട്ടിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് പിന്നെ നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ച് നിന്നെ ഉണർത്തി എടുത്തത് അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ. മാത്തുക്കുട്ടിച്ചാനോട് ചോദിച്ചു, എല്ലാ യോഗത്തിനും എന്റെ കൂടെ വിടാവോന്ന്. ഞാൻ തയ്യാറാ വരാൻ. നല്ല കൃത്യമായിട്ടാ വായിച്ചു തരുന്നത്. അനുവാദം ചോദിയില്ല കേട്ടോ. അച്ഛനോട് വരാൻ പറ, നമുക്ക് ഒന്നിച്ചങ്ങ് പോകാം. അതാ നല്ലത്. ദൈവത്തിന്റെ മകത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച്. അപ്പോൾ മലയാളത്തിൽ നാരകത്തിന്റെ ചുവടെന്ന ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ആപ്പിളാണ്. ആപ്പിളെന്നല്ലയോ ഇംഗ്ലീഷിൽ? അങ്ങനെ അല്ലയോ? ഇനി ആയിക്കോട്ടെ. ഇനിയിപ്പം ഒരു ഇംഗ്ലീഷ് ഇരിക്കുന്ന നല്ലതായിരുന്നു. ഫെയ്ത്ത് ലീഡേഴ്സിന്റെ കൺവെൻഷൻ അല്ലേ, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. അപ്പോൾ അവിടെ ആപ്പിൾ എന്നാ ഇംഗ്ലീഷിൽ. ആയിക്കോട്ടെ, ദൈവത്തിന് മഹത്വം. എന്തായാലും കൊള്ളാം. അവിടെ പ്രസവിച്ചിട്ടു. ഒരു കണ്ണിന് പോലും ദയയില്ലായിരുന്നു. ആടുകളെ മേയിച്ച് വന്ന ഒരു ഇടയച്ചെറുക്കൻ ഗിലെയാദ് മലഞ്ചെരിവ് കൂട്ടൊക്കെ ഇങ്ങനെ വന്ന് ആടുകളെ തീറ്റി വന്നപ്പോൾ ഒരു ഞരക്കം കേൾക്കാം. അവൻ മരണപത്രത്തിൽ അകപ്പെട്ട ഒരു പെൺകുട്ടി അവൻ ഓടി വന്ന് കോരിയെടുത്ത് വിസ്തരിക്കുന്നില്ല. അവൻ മാറോട് ചേർത്ത് മുത്തമിട്ട് രക്തമെല്ലാം തുടച്ചു മാറ്റി കണ്ണിന്റെ പോളയെല്ലാം അവൻ തെളിയിച്ച് ശ്വാസോച്ഛ്വാസം നല്ല ഗതിയിൽ വരുവാൻ
നാസാധാരമൊക്കെ അത് വൃത്തിയാക്കി വെടിപ്പാക്കി ഉപ്പ് തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി വെടിപ്പാക്കി മുത്തമിട്ട് വീട്ടിൽ കൊണ്ട് അമ്മയുടെ അടുക്കൽ കൊണ്ട് കൊടുത്ത ഒരു ഇടകച്ചെറുക്കനുണ്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. അവനെ പറ്റിയാ ഞാൻ പാടുന്നത്, അവനെ പറ്റിയാ ഞാൻ പറയുന്നത്. അവനെ ഓർക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാനൊക്കത്തില്ല. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക, തുള്ളുക. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്തു വിശേഷതയുള്ളൂ? എന്ത് വിശേഷതയുള്ള? പിന്നെ എന്റെ പ്രിയനോ വെണ്മയും ചുവപ്പുമുള്ള. 10-ാം വാക്യം മുതൽ വായിച്ച പ്രിയന്റെ അങ്ങപ്രത്യേക വർണ്ണന. ശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. എല്ലാം പറയാൻ നേരമില്ല. ദൈവത്തിന് സ്തോത്രം. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിജയജതയുള്ളൂ. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ. നോക്ക് അതിൽ എന്നേശുവിൻ മൂടിയുണ്ട്. അക്കരിക്കാക്കയെ നോക്ക് അതിൽ എന്നേശുവിൻ മൂടിയുണ്ട്. നോക്ക് അതിൽ എന്നേശു മുഖ്യനായുണ്ട്. 1000 പത്താളെ നോക്ക് അതിൽ എന്നേശു മുഖ്യനായുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തേക്ക് മാത്രമാണ് വിശേഷത. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, വിശേഷതകൾ ധാരാളമുള്ളവൻ. അവിടുത്തെ തല തങ്കം കൊണ്ട്, ആ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അല്ല, തള്ളക്ക് ഇഷ്ടമല്ലത് ആ വാക്യം. അല്ല, ഈ വാക്യം കണ്ട വേണ്ട ബൈബിളിലൂടെ പറിച്ചു കയറും. കാരണം കാക്കയെ പോലെ, കാക്കയെ തള്ളക്ക് ഇഷ്ടമാണ്. കാക്കയെ അല്ല കേൾക്കണ്ട. അടുത്ത വാക്യം വായിച്ചോ. അവന്റെ കണ്ണ് നീർത്തോളുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. പിന്നെ അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാണ്. അതെ, താഴോട്ടുള്ള തിരുവെടുത്തുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, വിസ്തരിക്കേണ്ട. അവിടുത്തെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളം. ആ കൈയുടെ വിശേഷത പറയാം. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളം. 2 ലോകങ്ങൾ കൈകളിൽ പതിച്ചൊന്നും അല്ല, 2 കൈ 2 ലോകമാണെന്നൊക്കെയാ വ്യാഖ്യാനം. എന്തുമായിക്കോട്ടെ, 1 ഗോമേതകം, 2 സ്വർണം. അതിനെപ്പറ്റി വേദ പഠിതാക്കൾ വ്യാഖ്യാനിക്കുന്നത് ഗോമേതകം അവിടുത്തെ ന്യായവതിയെ കാണിക്കുന്നതാ. അതെന്താ? അഹരോന്റെ മാർപ്പതക്കത്തിൽ കല്ലുകളുണ്ടല്ലോ, ആ 12 കല്ലുകൾ മാർപ്പതക്കത്തിൽ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓരോ കല്ലും ഓരോ ഗോത്രത്തിന് നിഴലായി നിൽക്കുമ്പോൾ ഗോമേതകം എന്ന കല്ല് ദാൻ ഗോത്രത്തിന് നിഴലായിട്ടാണ് നിൽക്കുന്നത്. അതെന്നാ ദാൻ ഗോത്രത്തിന് പറയാം. ഉൽപ്പത്തി പുസ്തകം 49 ആവർത്തന പുസ്തകം 33 കൂടെ പഠിക്കുമ്പോൾ, ദാൻ വടികളിൽ പാമ്പും അവൻ പേരയിൽ സർപ്പവും, അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും, കുതിരപ്പുറത്തിരുന്ന കീവറിയച്ചൻ താഴെ വീഴുകയും ചെയ്യും. വായിച്ചേ 49:17 ഉൽപ്പത്തി വായിച്ചു. ദാൻ വടികളൊരു പാമ്പും, ദാൻ വഴിയിലൊരു പാമ്പും
വഴികളൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. പിന്നെ അവൻ കുതിരയുടെ കുതികാലിന് കയറിക്കടിക്കും. പുറത്തു കയറിയവൻ മലർന്നു വീഴും. അത്ര തന്നെ. കുതിരപ്പുറത്തിരിക്കുന്നവൻ കുതിരപ്പുറത്ത് ആരിരുന്നാലോ മലന്ന് വീഴുകയാണ്. അവനോട് നീ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ അവൻ പറയാം, ഞാൻ മലന്ന് വീഴാൻ കിടക്കുക, പിന്നെ നീ എന്നോട് കിടന്ന് ദൈവത്തെ വിളിക്കടാ. സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശുവിനെ വിളിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. അപ്പൊ ഈ ദാൻ ഗോത്രം ന്യായവധിക്കുന്ന ഇടല. അപ്പോൾ ന്യായവധിക്കുന്ന ഇടല ആയതുകൊണ്ട് ഗോമേദക കല്ല് ദാൻ ഗോത്രത്തിന് അടയാളമായി വച്ചിരിക്കുന്നത് കൊണ്ട് ഗോമേദകൻ ന്യായവധിക്കുന്ന ഇടലായിട്ട് നിൽക്കുക. അങ്ങനെയെങ്കിൽ ഗോമേദകൻ ന്യായവധിക്കുന്ന ഇടല സ്വർണം അവിടുത്തെ രാജ്യത്വത്തെ കാണിക്കുന്നതും കൂടാ. അതുകൊണ്ടാണല്ലോ വിദ്വാൻമാര് വന്ന് പൊന്ന് മൂറ് കുന്തിരിക്കം കൊണ്ട് തൃപ്പാനത്തിൽ വെച്ച് വീണ് വണങ്ങി അവിടുത്തെ നമസ്കരിച്ചത്. പൊന്ന് രാജ്യത്വത്തെ കാണിക്കും. അന്ന് രാജാതിരാജാവാ. അപ്പോൾ ഗോമേദകൻ ന്യായവതിയെ കാണിക്കുന്നു, പൊന്ന് രാജ്യത്തെ കാണിക്കുന്നു. അവിടുത്തെ തൃക്കരത്തിന്റെ പ്രത്യേകത ഞാൻ ഇങ്ങനെ പറയാനുണ്ട്. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാ. ഇന്ന് രാത്രി ദൈവത്തെയും ദൈവവചനത്തെയും ദൈവസഭയെയും ദൈവിക കൂട്ടായ്മകളെയും വേർപാടും ഉപദേശത്തെയും ദൈവത്തിന്റെ പ്രമാണത്തെ അനുസരിക്കുന്ന, ആചരിക്കുന്ന, അംഗീകരിക്കുന്ന, അനുഗമിക്കുന്ന നിനക്കും നിന്റെ കുടുംബത്തിനും ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവിക ശുശ്രൂഷയോടും സുവിശേഷത്തോടും മറുതലിച്ചാൽ ഇത് ന്യായവധിയുടെ കരമാ. വിസ്തരിക്കാൻ നേരമില്ല. മിസ്രയീമിൽ ന്യായവധിയുടെ കരം വെളിപ്പെട്ടല്ലോ. ദൈവത്തിന് മഹത്വം. മിസ്രയീം ദേശത്ത് മുഴുവൻ പേൻ, ഫലബാധയിൽ ഒന്നാ പേനെ കൊണ്ട് പൊറുതിമുട്ടി ചൊറിഞ്ഞും കടിച്ചു വിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്, കണ്ട് ബാധയാതല്ലേ. അപ്പൊ പേനെ കൊണ്ടങ്ങ് പൊറുതിമുട്ടി, ആകെ പരിവക്കേടായി. അപ്പോൾ പേൻ അത് ബാധയാ. ദൈവത്തിന് മഹത്വം. മോശ വടിയെടുത്ത് നിലത്ത് പൊടിയടിച്ച് പൊടി മുഴുവൻ പേനാൽ. അങ്ങനെ പേനെ കൊണ്ട് പൊറുതിമുട്ടി, തവളയെ കൊണ്ട് പൊറുതിമുട്ടി. അപ്പോൾ അവർ പറയുന്നൊരു ഫലമുണ്ട്. 8:18 ഒന്ന് വായിച്ച്. 8:18 എന്ന് എനിക്കൊരു സംശയമുണ്ട്. 8:18 മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല. അടുത്തത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേനുളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് എന്ന് പറഞ്ഞ, പ്രഭോ ഇത് എണ്ണക്കേടല്ല, വെള്ളക്കേടല്ല, ക്ലൈമറ്റ് മാറിയതല്ല, ഭക്ഷണത്തിന്റെ അപാകതയല്ല, ഇത് ദൈവത്തിന്റെ കൈയാ. സ്തോത്രം, സ്തോത്രം. ഇത് യഹോവയുടെ ഭുജമാ. ഈ പേൻ വന്നതേ ക്ലൈമറ്റ് മാറിയതൊന്നുമല്ല. എണ്ണക്ക് ഞാൻ നേരത്തെ അസനവനിഷ്ടാതി തേച്ചുകൊണ്ട് ബലാകുളിച്ചാതി തേക്കുന്നതുകൊണ്ടാ പേനെല്ലാം കൂടെ അല്ലല്ല. നീ ഏത് ഗുളാതി തേച്ചാലും ആമൻ ഇത് ദൈവത്തിൻ്റെ കരമാന്ന എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ ഭജിക്കുവാൻ, സത്യദൈവത്തെ ആരാധിക്കുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ തടസ്സമായി നീ നിന്നാൽ, അതിനെതിര് നിന്നാൽ, അതിന് വിരോധമായി നിന്നാൽ ആമൻ ഒറ്റ കാര്യം പറയുക, ഒന്നെങ്കിൽ ദൈവം നിന്നെ സന്ദർശിച്ച് ഈ കൃപകൾ കൊണ്ടുവരും, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കരം നിനക്ക് ഭാരമാകും. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ഭാരമാകുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ മാർഗത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നിന്നോട് ബുദ്ധി ഉപദേശിക്കുക. അപ്പോൾ ഇത് അവിടെ അനേക പ്രിയപ്പെട്ടവർ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇനി മുന്നോട്ട് വരികയാണെങ്കിൽ ഇവിടെ ചില കസേരകളൊക്കെ ഒഴിവായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ ഇനി വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുക. അല്ല, ഈ യോഗത്തിന് ഞങ്ങൾ നിന്നേ കൂടുന്നുള്ളെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നു പോകരുത്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ദൈവത്തിന്റെ കരത്തിന്റെ ന്യായവതിയാണ്. അപ്പോൾ അവിടെ പ്രത്യേക വർണ്ണനയാണ് ഉത്തമഗീതം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത്. അവിടുന്ന് യോഗ്യനാണ്, അവിടുന്ന് ശ്രേഷ്ഠനാ, അവിടുന്ന് ഉന്നതനാ, അവിടുന്ന് മഹിമയുള്ളവനാ. ദൈവത്തിന് സ്തോത്രം. TKS പാടിയൊരു പാട്ടുണ്ട്. ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? കല്ലുച്ചതലേശം കാണുന്നില്ലേ മനുജനിലം മുറ ചെയ്തുതാ. കാണുന്നില്ലേ മനുജനിലം
മരണമതിൻ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമി അത്ഭുതം. മരണമതിൻ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. ഇത്ര മകാനായുത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായുത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. ഇതുപോലെ സേട്ടനാകുന്ന, യോഗനാകുന്ന, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുമില്ല, ഇനി വരത്തുമില്ല. അവനെ പോലെ തുല്യൻ ഒരുത്തനുമില്ല. ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം എന്താണെന്നറിയാമോ? ഉന്നതനാകുന്ന, മഹിമയുള്ള, ശ്രേഷ്ഠനാകുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നമ്മളാലാവും വിധം ആ രക്ഷിതാവിനെ അറിയുവാനും ആരാധിക്കുവാനും അവൻ ശുശ്രൂഷിപ്പാനും ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇതിനപ്പുറം ഒരു ഭാഗ്യമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. അതാണ് സുവിശേഷം. യേശു ക്രിസ്തു എല്ലാവരോടും അറിയിക്കണം. ഞാൻ മിക്കയിടത്തും പറയും, സുവിശേഷം വന്നത് കൊണ്ടാണ് നമ്മുടെ മട്ടും തിരിയല്ല മാറിയത്. ഇങ്ങനെയൊക്കെ യോഗത്തിനിരിക്കാനും വരാനും നേരം ചൊവ്വായിട്ട് വസ്ത്രമൊക്കെ ധരിക്കാനും റോഡിൽ കൂടെ നടക്കാനും ഒക്കെ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഇതൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് പറയാം. പള്ളിക്കൂടത്തിൽ പോയി ഇരിക്കാൻ ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഇവിടെ തൊട്ടടുത്ത ഒരു സഹോദരൻ കൊച്ചായിരുന്നു, കുഞ്ഞായിരുന്നു. അയാളെ നമ്മുടെ പൂവത്തൂര്, പൂവത്തൂരിന് അപ്പുറത്തെ സ്ഥലം പുല്ലാട് പള്ളിക്കൂടത്തിൽ കൊണ്ട് ആ പയ്യനെ കൊണ്ടിരുത്തി. ചെറുപ്പത്തിൽ കൊണ്ടിരുത്തി പള്ളിക്കൂടത്തിന് തീ വെച്ചു. ഇപ്പോഴൊന്നും അല്ല, ഒരു 10-90 കൊല്ലം മുമ്പാ. കൊച്ചു പയ്യനാ, അന്നത്തെ കാലമാ. ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട് എണ്ണിക്കാട്ട ഇവിടെ അടുത്തല്ലേ? എണ്ണിക്കാട്ടെ. അപ്പോൾ എണ്ണിക്കാട്ടെ ഓതറയ്ക്കപ്പുറം. ആ പയ്യന്റെ പേര് തേവൻ എന്നാ. തേവൻ, തേവൻ. പഴയ ആൾക്കറിയാം, ചരിത്രം പഠിച്ചവർക്കറിയാം. കൊച്ചു പയ്യനാ. ആ പുല്ലാട് പള്ളിക്കൂടത്തിൽ കൊണ്ടിരുത്തി. അന്നത്തെ മാടമ്പിമാര് പള്ളിക്കൂടത്തിന് തീ വെച്ച് കളഞ്ഞു. പള്ളിക്കൂടം കത്തിച്ചേക്കാൻ പറഞ്ഞു. അയന്നെ ഇങ്ങനെയുള്ളവനെ ഒന്നും കയറ്റി ഇരുത്തരുതെന്ന് പള്ളിക്കൂടത്തിന് തീ വെച്ചു. പിന്നെ അദ്ദേഹത്തെ കൂടുതൽ സഹായം ചെയ്തത് അവിടെ സരസകവി മൂലൂര് പത്മനാഭ പണിക്കരാണ്. ഇനി അതിനേം ചരിത്രമുണ്ട്. അദ്ദേഹം ഈഴവ സമുദായത്തിൽപ്പെട്ടതാ സരസകവി മൂലൂർ പത്മനാഭ പണിക്കര്. അന്ന് അയിത്തമുള്ള കാലമാണ്. ഓരോ ജാതിക്കും ഇത്ര അടി ദൂരമാണ്. അപ്പോൾ അദ്ദേഹം പത്മനാഭ പണിക്കരെന്നാ. പണിക്കരെന്ന് വിളിക്കുകയല്ല, അയാളെ വിളിച്ച പണിക്കനെന്നാ. അത് ചൊല്ലുകയല്ല. പണിക്കൻ. അച്ചാന് പിടികിട്ടിയ കാര്യം പെട്ടെന്ന് കണ്ടോ, ഞങ്ങൾക്ക് ആർക്കും പിടികിട്ടിയില്ല. അച്ചാനത് പിടികിട്ടി. അച്ചാൻ പഴയ ആളാ, ഇതൊക്കെ ഒത്തിരി കണ്ടും കേട്ടുമൊക്കെ ഏറെക്കുറെ വളർന്ന ആളാ. അപ്പോൾ അദ്ദേഹത്തെ പണിക്കൻ എന്ന സംബോധന, പണിക്കർ എന്ന് പറയത്തില്ല. പിന്നെ അതിനൊക്കെ മാറ്റം വരുത്തി. ആ ചരിത്രമൊന്നും ഇപ്പം പറയുന്നില്ല, പഴയ ആൾക്കാർക്ക് അറിയാം. അങ്ങനെ സരസകവി മൂലൂർ പത്മനാഭ പണിക്കര് ആ പയ്യനെ ചേർത്തണച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്താശ ചെയ്ത് വീണ്ടും പള്ളിക്കൂടം കെട്ടി പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചു. ആ പയ്യൻ മിടുക്കനായി, പഠിക്കാനും മിടുക്കനായി ഒടുവിൽ ശാസ്ത്രി പട്ടം നേടി. അദ്ദേഹത്തെ പിൽക്കാലത്ത് അറിയപ്പെട്ടത് കേശവശാസ്ത്രി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ പുസ്തകം ഒരു പഴയ പാട്ടാ. ആ പാട്ട് മൊത്തം എൻ്റെ വല്യമ്മച്ചിക്ക് കാണാതെ അറിയാം, ഇപ്പം പറയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ആ അയിത്തവും അനാചാരവും ദുരാചാരവും അടിമക്കച്ചവടവും മല്ലപ്പള്ളിക്കടുത്തൊരു സ്ഥലമുണ്ട്, വെട്ടുകണ്ടം എന്ന് പറഞ്ഞ അടിമകളെ കൊണ്ട് വില പറയും. എതിർത്താൽ അന്നേരം വെട്ടി തകർക്കുക, വെട്ടുകണ്ടം. ഇങ്ങനെയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പനെയും അമ്മയും മക്കളെയും കൊണ്ട് ചന്തയെ വില പറയും. ഇഷ്ടമുള്ളവർ വന്ന് ഓരോന്നിനെ മേടിച്ചുകൊണ്ട് പോകും. ഒന്ന് എതിർക്കാനൊക്കെ നോക്കി നിൽക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആഭരണം ധരിക്കാനൊക്കത്തില്ല, അമ്മമാർക്ക് മാറുമറയ്ക്കാനൊക്കത്തില്ല, നേരും ചൊവ്വിനും വസ്ത്രം ധരിക്കാനൊക്കത്തില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ മനോവേദനയോടെ പാട്ടുമൊക്കെ എഴുതിയ ആൾക്കാരുണ്ട്. എല്ലാം പാടാൻ നേരമില്ല, എന്നാലും പാടാതിരിക്കത്തുമില്ല. കേശവശാസ്ത്രി ഇത് കണ്ട് 2-3 വരി എഴുതി. പഴയ അമ്മമാർക്ക് പാട്ടറിയാം. ഞാനിപ്പോൾ പാടുമ്പോൾ പറയും,
അതങ്ങനെയൊന്നും അല്ലെന്ന് നിങ്ങൾ പറയും. കാരണം പറയാം, ഞാൻ ഇച്ചിരി ഭേദഗതി വരുത്തിയാ പാടാൻ പോകുന്നത്. പാട്ടെനിക്കറിയാം, ഒരു ചെറിയ ഭേദഗതി ഇപ്പം അങ്ങനെ ഒക്കൂ, അതുകൊണ്ടാണ് ഒരു ചെറിയ ഭേദഗതി. പഴയ അമ്മമാർ കയറി കൊമ്പ് കോർക്കരുത് അങ്ങനെയൊന്നും നല്ല പാട്ട് ഒക്കെ എനിക്കറിയാം. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ചെറിയ വ്യത്യ. അത് കേശവശാസ്ത്രിയുടെ മക്കളോ കൊച്ചുമക്കളോ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ കൊങ്ങായ്ക്ക് പിടിക്കരുത്, ഞാൻ ചോദിച്ചോണ്ടാണ്. അപ്പം ആ വരി ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഉപയോഗിച്ച് മാളികകളും വീടുകളും സൗധങ്ങളും എല്ലാം പടുത്തുയർത്തി അവൻ പട്ടിക്കും പന്നിക്കും വഴി കൂടെ നടക്കാൻ മനുഷ്യന് നടക്കാൻ മേല. അങ്ങനെയുള്ള കാലയളവിൽ അനുസരിച്ച് അനേകം രണ്ടും വരികെടുതി. അല്പ ഭേദഗതിയോടെ പാടാൻ പോകുന്നത് അറിവുള്ളവരങ്ങ് ക്ഷമിക്കണം. വരി ഇങ്ങനെ: നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ, മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. സാധുജനത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സാധുജനത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സൗധങ്ങളും മാളികയും സമ്പത്തുമെല്ലാം, സൗധങ്ങളും മാളികയും സമ്പത്തുമെല്ലാം. പട്ടിയെ പിടിച്ചു കെട്ടി ചട്ടം ചോദിച്ചടിക്കുമ്പോൾ, പട്ടിയെ പിടിച്ചു കെട്ടി ചട്ടം ചോദിച്ചടിക്കുമ്പോൾ കഷ്ടം യുവാവിനെ കെട്ടി മർദ്ദിച്ചിടുന്നു. എന്താണെട്ടാ ബിഎക്കാര ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടോ? അവിടെ അമ്മമാർക്കറിയാം. എന്താണ് ബിഎക്കാര ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടോ ജാതി മകത്വം തൃണമ്പോൾ കരുതുന്നു നീ, ജാതി മകത്വം തൃണമ്പോൾ കരുതുന്നു നീ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചതിന്റെ സാരം ഇങ്ങനെയുള്ള അയിത്തങ്ങളും അനാചാരങ്ങളും സാതി നമ്മുടെ അപ്പുറത്തെ താതിയല്ല, ഈ പ്രായമുള്ള മൂപ്പിലേക്ക് ആ കൊച്ചു പെമ്പിള്ളാരെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന അത്രയ്ക്ക് കുഴപ്പടിയായിരുന്നെന്ന്. വല്യപ്പനും സന്തോഷവാ. 80-75 ഉള്ള വല്യപ്പനെ 20-15 വയസ്സുള്ള കൊച്ചുങ്ങളെ അങ്ങ് കല്യാണം കഴിച്ചു കൊടുക്കുക. ഈ മൂപ്പില പെട്ടെന്ന് ഉരുണ്ട് വീണ് യാകുകയും ചെയ്യും. അയാൾക്ക് നിൽക്കാൻ പോലും കെൽപ്പില്ല. അയാൾ ഉരുണ്ട് വീണ് എന്നായി ഈ ചത്ത് കഴിഞ്ഞാൽ ഈ കൊച്ചിനെ വേറെ ആർക്കും കൊടുക്കുകയല്ല, അവളെയും കൂടെ ആ ചതയെ വെച്ച് കെട്ടി കത്തിക്കുക ആണെന്ന് ചരിത്രമൊക്കെ ചിലർ വളച്ചൊടിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എതിരെ ആദ്യം പടവാളോങ്ങിയതും എതിർത്തതും ആമേൻ യേശുവിനെ അറിഞ്ഞ മിഷണറിമാരാ. വില്യം കേറി. അത് തന്നെ കണ്ടോ, വന്നതിന്റെ ഗുണം കണ്ടോ? അതാണ് അതിന്റെ മൺട്രോയും വില്യം കേറിയും. അപ്പോൾ തന്നെ അങ്ങ് നോർത്ത് ഇന്ത്യയിലെ പണ്ഡിത രമാഭായി, അവരെ ഒന്നും മറക്കാതിരിക്കാനൊക്കത്തില്ല. ഇതിനൊക്കെ നിർത്തല. അതെന്നാ ഈ സുവിശേഷം അകത്തിയുന്നത് കൊണ്ടാ. എടാ, സുവിശേഷം വന്നാലേ ഇതിന് മാറ്റം വരൂ. സുവിശേഷം വന്നാലേ ഇങ്ങനത്തെ അനാചാരം ദുരാചാരം സകല കെടുമതികൾ മാറ്റുവാൻ കഴിവുള്ളതാ സുവിശേഷം. നരവാദികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും, നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ
സന്ദേശം വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാനരായ കർത്തൃദാസന്മാരോടും എന്നേക്കാൾ പ്രായമുള്ളവരും പരിജ്ഞാനമുള്ളവരും അറിവുള്ളവരും എന്നെ കേൾക്കുന്നത് ഏത് സ്ഥലത്ത് ഉയർത്താൻ പറ്റിയത് സുവിശേഷമാ, എവിടെയും പറയാൻ പറ്റിയത് സുവിശേഷമാ, ആരോട് പറയാൻ പറ്റിയത് സുവിശേഷമാ. സുവിശേഷം വന്നെങ്കിൽ മാത്രമേ അരാജകത്വം മാറൂ, അന്ധകാരം മാറൂ. ദേശത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ ദേശത്ത് സുവിശേഷം ഉയരണം. ഈ ദിവസങ്ങളിൽ ഈ സഭ ഇവിടെ ചെയ്യുന്ന ഈ പ്രവർത്തികളെ ദൈവം ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ മുമ്പിൽ അധ്വാനിച്ച ദൈവമക്കളെയും ദൈവദാസന്മാരെയും എല്ലാം ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. അനേകരുടെ വിടുതലിനും രക്ഷയ്ക്കും ഗുണീകരണത്തിനും ശുദ്ധീകരണത്തിനും ഈ ശുശ്രൂഷകൾ ഉതകട്ടെ എന്ന് ഞാനും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മകത് എവിടെയും ഉയർത്താൻ സുവിശേഷം അതെ. വായിച്ച വാക്യത്തോടൊക്കെ കൂട് പുലർത്തണം, അതുകൊണ്ട് ഓടിച്ച് മുമ്പോട്ട് പോകുക. അപ്പോൾ സുവിശേഷം ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു. അപ്പോൾ ഈ 4 സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമാണ് യോഹന്നാന്റെ സുവിശേഷം. ദൈവദാസന്മാർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം. നിങ്ങൾ ക്ലാസ് എടുക്കുന്നവരാ, പഠിക്കുന്നവരാ, നന്നായിട്ട് പഠിപ്പിക്കുന്നവരാ. വിശേഷിച്ച് ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലം മറന്നല്ല പ്രസംഗിക്കുന്ന ഓതറയാണ്. നന്നായിട്ട് അറിയാം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ യോഹന്നാന്റെ സുവിശേഷത്തിന് മറ്റു സുവിശേഷത്തിൽ നിന്ന് അല്പം വ്യത്യസ്തതയുണ്ട്, അല്പമല്ല നന്നായിട്ടുണ്ട്. അതിന് ഒരു കാരണം, യേശുക്രിസ്തുവിന്റെ സാധാരണ നിങ്ങൾ ആ സുവിശേഷം പഠിച്ചാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ശൈശവ ദിശ, ചെറുപ്പത്തിൽ പള്ളിയിൽ പോയത്, 12ാമത്തെ വയസ്സിൽ വലിയ പള്ളിയിൽ ചെന്ന് ശാസ്ത്രിമാരുടെ നാവ് അടയത്തക്ക വിധത്തിൽ കാര്യം പറഞ്ഞത്, ഇതൊന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ലൂക്കോസും മത്തായിയും മർക്കോസും ഒക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തി. എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, അവിടുത്തെ ശൈശവ കാലത്തെ ചില സംഭവങ്ങൾ, വളർച്ച, പേര് ചാർത്തിയത്, വളർന്ന വിഷയം, ദൈവാലയത്തിൽ ചെന്നത്, അതുപോലെ തന്നെ ശാസ്ത്രിമാരോട് സംസാരിച്ചത്, ഈ വിഷയങ്ങളൊന്നും യോഹന്നാന്റെ സുവിശേഷ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതാണ്ട് 30ാം വയസ്സിലെ കാര്യം മുതലാണ് യോഹന്നാൻ തുടങ്ങിയേക്കുന്നത്. നമുക്കറിയാം. എല്ലാം കൂടെ കണക്കെടുത്ത ഒരു 3.5 കൊല്ലത്തെ കാര്യമേ യോഹന്നാന്റെ 3.5 കൊല്ലത്തെ കാര്യമാണെന്നില്ല 21 അധ്യായത്തിൽ എഴുതിയെന്നുള്ളതാണ്. 3.5 കൊല്ലം. അപ്പോൾ 21 അധ്യായത്തിൽ യേശുവിന്റെ 30ാമത്തെ വയസ്സിലെ കാര്യം മുതലാ. 30ാം വയസ്സിൽ സ്നാനം ഏൽപ്പതീന് തൊൽപുരം വെടിഞ്ഞു യൂദ്യ തന്നിൽ വന്നു. ൊൽപുരം വെടിഞ്ഞു യുഗതന്നിൽ വന്നു. സ്വൽപ്പവും മടിച്ചിടാതെ ഓർദിനാനോടുകിനുള്ളിൽ അൽപരാഗം മർത്യനെന്ന പോൽ മഞ്ജിച്ചൊരു സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. രാജപാത്രമായ ലോകം ആകെയുദ്ധരിപ്പൻ കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ആ തിരുപ്പിറവിയും മറ്റു കാര്യങ്ങൾ രേഖപ്പെടുത്തുകയില്ല. 30ാമത്തെ വയസ്സിലെ കാര്യമുള്ളത് മുതലാ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് പല സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം. വിശേഷിച്ച് 40 ദിവസം യേശു ഉപവസിച്ച ആ വിഷയം അധികം രേഖപ്പെടുത്തിയിട്ടില്ല. തന്നെയല്ല, കർത്താവ്
തന്റെ ശുശ്രൂഷയിൽ ആരംഭത്തിൽ ചെയ്ത പല കാര്യങ്ങളും യോഹന്നാൻ അങ്ങ് വിട്ടുകളകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറ്റ് 3 പേരും രേഖപ്പെടുത്താത്ത ചില സംഭവങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഉദാഹരണത്തിന് കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. മറ്റ് 3 പേരും അത് സൂചിപ്പിച്ചില്ല, യോഹന്നാൻ വെളിപ്പെടുത്തി. അതുപോലെ രാത്രി വന്ന് നിക്കോദോമേസ്, അനേകം വന്ന സഭചരിത്ര പരമ്പര യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ നന്നായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ശമരിയാക്കാരി സ്ത്രീയുമായി ക്രിസ്തു സംഭാഷിച്ച ആ വിശേഷമായ സംഭവങ്ങൾ അത് മറ്റ് 3 പേരും രേഖപ്പെടുത്തിയിട്ടില്ല, യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പിറവിയിലെ കുരുടനെ യേശു സൗഖ്യമാക്കി. മറ്റ് 3 പേരും കുരുടന്മാരുടെ സൗഖ്യമൊക്കെ പറഞ്ഞെങ്കിലും പിറവിയിലെ കുരുടനെ സംബന്ധിച്ച വിഷയം ഇടയ്ക്കിടയ്ക്കായിട്ട് തെളിയിച്ച് രേഖപ്പെടുത്തിയത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. മാത്രമല്ല പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടത്. മറ്റുള്ളവരെല്ലാം മീൻപിടുത്തത്തെ പറ്റി പരാമർശിച്ചെങ്കിലും പെരുത്ത മീൻകൂട്ടം വലയിലകപ്പെട്ട് വലിച്ചു കയറ്റിയ കാറ്റിയും യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ആമേൻ, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ബഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും സഹോദരനും യേശുവിന് പ്രിയനാകുന്ന ആമേൻ ലാസറിനെ യേശു ഉയർപ്പിച്ചു. ഈ കാര്യം മറ്റ് 3 പേരും രേഖപ്പെടുത്തിയിട്ടില്ല, യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതകളുണ്ട്. മാത്രമല്ല ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവർ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം അദ്ദേഹമായി എഴുതിയത് അപ്പോസ്തലന്മാരിൽ 2 പേരാണല്ലോ. യേശുവിൻ്റെ കൂടെ നടന്നതിൽ 2 പേര് എഴുതി, വേറെ 2 പേര് അപ്പോസ്തലന്മാരല്ല എങ്കിലും അവർ എഴുതി 2 പുസ്തകം. ദൈവത്തിന് മഹത്വം. അപ്പോൾ യോഹന്നാൻ എഴുതി. യോഹന്നാന്റെ ഒരു വിശേഷത ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവർ പറയുന്നത്, ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ധാരാളം പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരി പേരുടെ പേര്, അത് വലിയവരും ചെറിയവരുമാകുന്ന അനേകരുടെ പേരുകൾ രേഖപ്പെടുത്തി. പക്ഷെ ഒരൊറ്റ വാക്യത്തിൽ പോലും യോഹന്നാന്റെ പേരില്ല. പുള്ളിയായി ഇത് എഴുതിയെങ്കിലും പുള്ളിയുടെ പേര് നമ്മൾ അന്ന് ഓരോ താളിനകത്തും നമ്മുടെ പേരാന്നേ സഹിക്കാൻ ഡോക്ടർ റവറൻ സോ ആൻഡ് സോ തന്നെയല്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അവനെ സഭയിൽ നിന്ന് മുടക്കുകയും ചെയ്യും. യോഹന്നാൻ അങ്ങനല്ല, തന്റെ പേര് രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. അങ്ങനെ പേര് മറ്റേ ശിഷ്യനെന്നാ കൊടുത്തേക്കുന്നത്. യോഹന്നാന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നിക്കോളോമസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അരിമത്തിയിലെ യോസേപ്പിന്റെ പേര് പറഞ്ഞു. യോഹന്നാന്റെ പേര് വെളിപ്പെടുത്തില്ല. ഒരു ശിഷ്യൻ അങ്ങനെയൊക്കെയാ കൊടുത്തിരിക്കുന്നത്. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യൻ ഉണ്ടോ? അന്ന് എന്റെ ഗുണം കണ്ടോ? ഞാൻ വൈകിട്ട് മാത്തോട്ട് ഞാൻ ഇന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ എപ്പോഴും മറഞ്ഞിരിക്കുക. ഞാൻ ചിലപ്പോൾ പറയാനുണ്ട്, ആ ഉപദേശം അനുസരിക്കുന്ന ചില സഭക്കാരുണ്ട്, പേര് ഒന്നും വെക്കുകയല്ല. നമ്മുടെ സ്തോത്രം പിന്നെ പറയാം. അവര് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. അവിടെ നിൽക്കട്ടെ. ദൈവത്തിന് മഹത്വം. നമ്മുടെ പേരും പ്രശസ്തി അല്ല വിഷയം, യേശുവിന്റെ നാമം ഉയരണം. കർത്താവിന് മഹത്വം. ലൂക്കോസിന്റെ സുവിശേഷം, ആ ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾ പഠിച്ച് അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസാണ് എഴുതിയത്. പക്ഷെ ലൂക്കോസ് പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് അടി മേടിച്ചു. ലൂക്കോസും ഉണ്ടായിരുന്നു കൂടെ. നമ്മളാണ് അവരുടെ 2 പേരുടെയും പേരെടുത്തുകയല്ല. എൻ്റെ പൊന്നച്ചാ, ഞാൻ ഓവറിലായിരുന്നു. പടി മേടിച്ചു ഉപ്പാട് വന്ന് എൻ്റെ പുറകെ നിടുക ഒരുത്തൻ അടിച്ചു. അവൻ്റെ പേരിന്നതാണ്, അടിച്ച വടി ഇന്നതാണ്. സ്തോത്രം. ലൂക്കോസ് പേര് വെളിപ്പെടും. ലൂക്കോസും ഉണ്ട് അവിടെ. അതിന് തെളിവാ, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്ത് ചെന്നപ്പം ഞങ്ങൾ അവിടെ നിന്ന് കപ്പൽ കയറി. ഉള്ളി കൂടെ ഉണ്ട്. ആമത്തിലിട്ട് പൂട്ടി. കൃത്യം കണ്ടോണ്ടല്ലേ കൃത്യം എഴുതി വച്ചേക്കുന്നേ. ആമത്തിലിട്ട് ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ പേരല്ല വിഷയം, യേശുവിൻ്റെ നാമം ഉയരണം.
പഴമക്കാരൊരു പഴഞ്ചൊല്ല് പറയും, ആര് കുത്തിയാലും അരി വെളുക്കട്ടെ. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമം ഇവിടെ ഉയരണം. ഇന്നല്ല, എല്ലാ ദിവസവും യേശുവിൻ്റെ നാമം ഉയരണം. എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമം, പാപമോചനം തരുന്ന നാമം, രോഗസൗഖ്യം തരുന്ന നാമം, നിനക്ക് ആശ്വാസം നൽകുന്ന നാമം, നിന്നെ രക്ഷിക്കുന്ന നാമം. ഇന്ന് രാത്രി ആ പരിശുദ്ധ നാമത്തിനായി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. വാനിലും ഭൂവിലും മേലായ നാമം, വന്നിതമല്ലപ്പ നാമമത്. വാനിലും ഭൂവിലും മേലായ നാമം, വന്നിതമല്ലപ്പ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ഓ യേശുവിൻ്റെ യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. ഭയം മുറ്റുമകത്തിടും നാമമത്. ഭയം മുറ്റുമകത്തിടും നാമമത്. ഓ യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ശ്രദ്ധിക്കുക, എല്ലാ നാമത്തിലും മേലായ നാമമായ യേശുവിൻ്റെ നാമം. ആട്ടെ, ആ ഭാഗം പറഞ്ഞ് അങ്ങനെ അങ്ങ് വിടുക. ചുമതലപ്പെട്ടവര് അറിയിച്ചിരിക്കുന്നത് 9:30 പ്രസംഗം നിർത്തണമെന്ന. അപ്പോൾ അതാണ് ഞാനും താല്പര്യപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അധികം വിസ്തരിക്കുന്നില്ല. ചിലർക്ക് ഒരു സംശയം വരാതിരിക്കാനാ ടൈം പറഞ്ഞത്. കാരണം ചിലർക്ക് ഒരു സംശയം ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ലെന്നാ തോന്നുന്നത്. അവിടെ എപ്പോഴും അങ്ങനെ പുള്ളിയുടെ തൊഴിലതാ, ഇതൊക്കെ അങ്ങനെ ഒത്തിരിയൊക്കെ പറയും. അപ്പം ഇന്ന് അധികം പോകുകയല്ലോ, 9:30 നിർത്താം. ഈ ഇരിപ്പാണെങ്കിൽ മിക്കവാറും 9:15 നിർത്താനാ സാധ്യത. അപ്പൊ എന്തായാലും ഇവിടെ ഓരോ അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുകയാണ്. യേശുക്രിസ്തുവാണ് ഏകദൈവം, യേശുക്രിസ്തുവാണ് സത്യദൈവം, യേശുക്രിസ്തുവാണ് ജീവനുള്ള ദൈവം, യേശുക്രിസ്തു മാത്രമാണ് ദൈവം. സ്തോത്രം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. സ്തോത്രം. ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശുവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതും സ്നേഹിക്കുന്നതുമാണ്. ഞാനെപ്പോഴും പറയും, അടുത്ത കാലത്ത് പൊന്തി വന്ന ദൈവമല്ല യേശു. അങ്ങനെയൊക്കെ ഇപ്പം പുതിയ പുതിയ ദൈവങ്ങളുണ്ട്. സ്തോത്രം. ആണും പെണ്ണും എല്ലാം ദൈവം കളിച്ച് കിടക്കുക. അല്ലേ ദൈവം കളിക്കുന്നത്? പെണ്ണുങ്ങൾക്ക് ആ കാശ്, ആണുങ്ങൾക്ക് അത്ര കാശ് പോരാ. ഇവർ കുറച്ച് നാൾ ദൈവം കളിച്ച് കഴിഞ്ഞ് പിന്നെ പിടിക്കപ്പെടുക. തള്ളമാരെ ഒന്നും പിടിക്കുന്നില്ല. അല്ല, ഇപ്പോഴും ദൈവം കളിച്ചങ്ങ് അടക്കുക കാശുകൊണ്ട്. ഒരു കാര്യം പറയാം, മനുഷ്യരാരും ദൈവമല്ല, സകലത്തെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. നിത്യനായ ദൈവമുണ്ട്, സത്യദൈവം. അത് സർവജ്ഞനായ ദൈവമാണ്. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പദം എല്ലായിടത്തും ചൊല്ലുന്നതാ. ഒന്നുകൂടെ അങ്ങ് ചൊല്ല. ആ യാതൊരു കാലത്തെയാണതിയായി നിർദ്ദേശിപ്പതിൻ ആയതിന്നറുതിയില്ലാതുള്ള യുഗം മുമ്പും വിധരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരതിയ ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രധനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാണവൻ മോദതും ധർമാഗമ പൊരുളാകും. ഈ പരാശക്തിക്ക് വ്യാഖ്യാനിക്കുന്നില്ല, ചൊല്ലിവിടുക. ആഗമാകാരന്മാരിൽ ആദമൻ
മോസസും സർവാഗമം പൊരുളാഗമി പരാജക്കരിക്ക് ഏലെന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥനുപദേശിച്ചതല്ലോ. ഇലോകി ശദ്ധായിയു എലോകി അഡോണായി. തിയോളജി അറിയാവുന്നവർക്ക് ഞാൻ പറഞ്ഞ കാര്യം നന്നായിട്ട് പിടികിട്ടി കാണും. ഇവർക്കൊക്കെ അത് അവരുടെ മുഖം തെളിയുന്നു. അത് പിടികിട്ടിയത് കൊണ്ടാണ്. തെളിയാതിരിക്കുമ്പോഴത്തോളം ആകെ ബന്ധനം ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലേ, ഇങ്ങനൊന്നും ചൊല്ലേണ്ട ഒരു കാര്യവും അമ്പലത്തിൽ പോയെന്നല്ലയോ തുടക്കത്തിൽ. അതിൻ്റെ ബന്ധനങ്ങൾ ഇത് ബന്ധനമൊന്നുമല്ല. ഓ, ആഗമാകാരന്മാരിലാതവൻ മോദതും സർവാഗമ പൊരുളാകും ഇപ്പരാശക്തിക്ക് ഏലൊന്നോരപ്രിയമാമോദിയത് മൂലവസ്തുവാം നാഥനുപദേശിച്ചതല്ലോ. ഈ ലോകി യോഗി അഡോണായി വിലോപമന്യ യാഗ്വേ യഹോവ യാഗെന്നല്ല. ആ പദത്തിനൊക്കെ എന്തോ അർത്ഥമാണ്. വിലോപമന്യ യഹോവ യാഗെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടൂ. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടെ തന്നെ യാചകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പ കാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായികലതീശനെ മാനുഷരെന്നാരിവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഇപ്പോഴും തപ്പി നടക്കുക. എവിടാടാ ഇത് തുടങ്ങിയെന്ന്? എടാ പൊട്ട, ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എവിടാ തുടങ്ങിയെന്ന്. നീ ഇതിലെല്ലാം തപ്പി നടക്കാണ്ട് പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വീയമാം മഹത്വത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായ പൂർണിജാത്മാനം കാരണം വിനാകാര്യം ഭോക്തതയുള്ള സ്വീയമാം മഹത്വത്വ ബോധനം നടത്തുവാൻ നല്ല പ്രയോഗങ്ങളാണ്. കാശിന് കൊള്ളാറുള്ളവൻ എന്തിനാണ് എല്ലാനാഥനായൊരുയോൻ 1000 ബലത്തിരക്കായി നീ നിന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദൂഷകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ വിതരണമായുള്ള ഒരു തപ്തീകിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമഞ്ചാപമായി തീരുമെന്നമാ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ. അതിന് ശൂളം വേണ്ട. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ ദേവദേവ, നമസ്തേ നദജനപാലന പാരായണ. മോശയിന്നാവനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വേഷയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണം പടുക്കളാക്കി തീർത്തു. മോശമായ ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ ഊഴിക്ക് നിർമ്മാതാവേ. അവിടെ ഞാന് നിർത്തുകയല്ല, അടങ്ങുക അല്ല. തന്നെ ദൈവത്തെ പറ്റിയായി ചൊല്ലിയത്. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും ഈ ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെയും 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രം. ആകമാന സൂക്ഷ്മമായ 60 കോടി വാരിപതർ നക്ഷത്രം ഇട്ടിരിക്കുക. കൂട്ടുമുട്ടാതെ അതൊക്കെ കൃകൃത്യത്തിന് സഞ്ചരിക്കുവാൻ ഇതൊക്കെ അവൻ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പഠിക്കുന്നു. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഇന്ന് രാത്രി കാണുന്ന സകല അണ്ടകടാകത്തെയും പൂജര ഖേജര വസ്തുക്കളെ നിർമ്മിച്ചവൻ നമ്മുടെ ദൈവമാണ്. ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ സത്യദൈവത്തെ ഭജിക്കുന്നതാ, ദൈവത്തെ ആരാധിക്കുന്നതാ. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം, യേശുക്രിസ്തു മാത്രം ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോ പ്രാരംഭ ദിവസത്തെ യോഗമായതുകൊണ്ട് ഇങ്ങനെ പോട്ടെ. നാളെ അവരൊക്കെ അത് എന്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളൂ. ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെ ഇങ്ങനെ പോട്ടെ. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു ഏകദൈവം. യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിച്ചത്. അത് ഒത്തിരി അടയാളങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏതാണ്ട് 5-6-7 അടയാളങ്ങൾ അത്ഭുതം നല്ല അടയാളമെന്നാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണല്ലോ 2:11 യേശു ഇതിനെ അത്ഭുതം നല്ല പറഞ്ഞേക്കുന്ന മലയാളം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. ഒത്തിരി അടയാളമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഉള്ള അടയാളമല്ല അടയാളമാണ്.
സ്തോത്രം. ഒന്നാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായി പരിലസിക്കുക. രണ്ടാം അധ്യായത്തിൽ വായിച്ചത് കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ദൈവത്തിന് മഹത്വം വിസ്തരിക്കുന്നില്ല, അറിയാമല്ലോ. മൂന്നാം അധ്യായത്തിന്റെ തുടക്കം മുതൽ പഠിക്കുമ്പോൾ രാത്രി വന്ന ന്യായപ്രമാണങ്ങൾക്ക് അറിവുള്ള നിക്കലോമോസെ യേശുവിന്റെ അടുക്കൽ രാത്രി പകല് വന്നാൽ വല്ലവരും കാണുക എടുക്കുകയും ചെയ്യുന്നതിനായിരിക്കും രാത്രി വന്ന പല കാര്യമുണ്ട്. ഒന്ന്, ആൾക്കാരും അധികം കാണുകയില്ല, തന്നെയല്ല ഇച്ചിരി സംസാരിക്കുകയും ചെയ്യാം. പകലൊക്കെ തിരക്കല്ലേ. സ്തോത്രം. യേശുവാന്നെ മെനക്കെട്ടെങ്കിലും ഇരിക്കുന്നുമില്ല. നമ്മളാന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മെനക്കെട്ടിരിക്കുക. സന്ധ്യയാകുമ്പം പൊടിയും തട്ടി ഒരു കിതാബ് എടുത്ത് വെച്ചുകൊണ്ട് യോഗത്തിന് വരും. 8:30 ഊളയിട്ട് പോവുകയും ചെയ്യും. കാരണം ചപ്പാത്തി അവിടെ ഇരിക്കുന്നു. 2 എണ്ണം അടിച്ച് സ്തോത്രം നേരത്തെ കയറി കിടക്കണം. എന്തിനാന്നോ ഇങ്ങനെ ജീവിക്കുന്നത്. സ്തോത്രം. എന്തിനാണ് നേരം ആൾത്തറ വന്ന് വട്ടായിരിക്കുക. ഒരാൾത്തറയുണ്ട്. പിന്നെ ഞാൻ വെളുപ്പിനെ പോയപ്പോൾ കണ്ടത് 5-6 എണ്ണം അവിടെ ഇരിക്കുന്നത്. ഇരിക്ക്, കുഴപ്പമൊന്നുമില്ല, ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ തരട്ടെ. അങ്ങനെ ജീവിക്കുക. യേശുവിനെ അറിയണം, ആരാധിക്കണമെന്നായി പറഞ്ഞത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ അടയാളങ്ങൾ, യേശുവിന്റെ ആദ്യത്തെ അടയാളം. ഈ 3-ാം അധ്യായത്തിൽ രാത്രിയിൽ നിക്കോദോമോസ് വന്നു. അവൻ നിക്കോദോമോസുമായിട്ട് വീണ്ടും ജനനം എന്ന വിഷയം യേശു സംസാരിച്ചു. ആ ഭാഗമൊക്കെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നടത്തിപ്പുള്ളവരെ സംസാരിക്കുക, ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു നിക്കോദോമോസിനോട് പറഞ്ഞ ഒരു കാര്യമാണ് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇന്ന് രാത്രി ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ അറിയാത്തവരുടെ അറിവിന് പടിയനിമത്തിലെ ഒരു ഭാഗമുണ്ട്, സർപ്പത്തെ ഉയർത്തിയ വിഷയം. അത് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് പഠിച്ചു വരുമ്പോഴാണ് യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കണം. അടിയേൽക്കുന്നവൻ ആരെങ്കിലും പണ്ടൊരാളോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് കൊടിമരം? അയ്യോ, മോശ കൊടിമരം ഉണ്ടാക്കിയെന്ന്. മോശ പിന്നെ എന്തിനാ മോശ ഉണ്ടാക്കിയത്? അപ്പോൾ മോശ കൊടിമരത്തിന്മേൽ ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി. ശ്രദ്ധിക്കുക, ഇതിന്റെ പശ്ചാത്തല ഭാഗം അറിയാ. ഈ ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ മിസ്രയീം വിട്ട് ആ മരുഭൂമിയിൽ കൂടി പ്രയാണം ചെയ്ത് അങ്ങനെ വന്ന് ഇവര് യാത്ര ചെയ്ത് ആ 4-ാം വാക്യം വായിച്ചാട്ട് 4-ാം വാക്യം 4:21-4 പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റി പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇപ്പൊ കൊണ്ടുവന്നതും കുറ്റമായി, നടത്തിക്കൊണ്ട് വന്നതും കുഴപ്പടിയായി. ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ആവശ്യമില്ലാത്ത വർത്താനമെല്ലാം വിളിച്ചു ഊവുക. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകും. ഈ വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചെന്ന് അങ്ങനല്ലോ എഴുതി വെക്കുന്നത്. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ഈ വഴി നിമിത്തം ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ നേരായ വഴി കൂടെ പെട്ടെന്ന് പോകാം, പക്ഷെ ദൈവം ഇവരെ വിട്ടില്ല. ചിലതിനെ അങ്ങനെ വിടുകയല്ല, വിട്ടാൽ ഇവൻ ആ വഴി അങ്ങ് പോവും. അപ്പൊ ദൈവം ഇവരെ കിറക്കി ഒന്നടിച്ചു. 13-17 വായിച്ചു. 13-17 അറിവുള്ള വാക്യമാ. 13-17 ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മടങ്ങിപ്പോകുമെന്ന് പഴയ സ്ഥലത്തോട്ട് ഇവർ പോകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന് അറിയാം. സ്തോത്രം. വിട്ടു പോകുന്നിടത്തേക്ക് പോകുവാൻ സാധ്യതയുണ്ടെന്ന് സർവജ്ഞനായ ദൈവത്തിന് അറിയാം.
അതുകൊണ്ട് ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം പെലിസ്തരുടെ ദേശത്തു കൂടിയുള്ള വഴി എടുത്തത് എന്ന് വരികിലും അതിലെ വിട്ടില്ല. എളുപ്പ വഴി കൂടെ ദൈവം തമ്പുരാൻ ഇവരെ വിട്ടില്ല. വേറെ വഴി കൂടെ ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ദൈവം അങ്ങനെ ചുറ്റി നടത്തി എന്നാ. ദൈവത്തെ പറ്റി നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും സ്നേഹമുള്ള, കരുണയുള്ള, ആർദ്രതയുള്ള, അനുകമ്പയുള്ള, മഹാദയുള്ള, മനസ്സിലുള്ള ദൈവമാണ്. ആ ദൈവം ഇവരെ ചുറ്റിക്കാൻ കാര്യം എന്നാന്ന് ആവർത്തനം 8:2 കിടപ്പുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞ ഹൃദയത്തിനകത്തിരുന്നത് വെളി വരണം. നല്ല കറങ്ങിയെങ്കിലേ ആളെന്നാന്ന് അറിയുള്ളൂ. നമ്മൾ ചിലരെ പറ്റി പറയുക, അയ്യോ ഒരു പാവത്താനായിരിക്കുന്ന ഒരു പാവം സഭ, അയ്യോ ഇവൻ പാവമല്ല, ഇവൻ വലിയ വിഷമാ, ഇവനിപ്പം ചുറ്റുപാടും കാശും പരുവക്കേടും ഒന്നും ഇല്ലാത്ത കൊണ്ട് ഇങ്ങനെ പമ്മിയിരിക്കുക, ഇവൻ്റെ 10 കാശ് കിട്ടുമ്പോൾ ഇവൻ്റെ തനിനിറം, അയ്യോ അവൻ എന്നാലും ഒരു ബുള്ളറ്റ് മേടിച്ച പുട്ടുപെട്ടാന്ന് അടിച്ചേച്ച് ബസ് സ്റ്റോപ്പിക്കുന്ന വലിയപ്പം പൊത്തുവന്ന് താഴെ വീണു. ഇവനതിലെ നടന്നു പോയപ്പോൾ ആരും അറിഞ്ഞില്ല കുഞ്ഞുഞ്ഞതിലേ പോകുന്നെന്ന്. സൈക്കിളെ പോയപ്പോൾ ആരും അറിഞ്ഞില്ല. അവന് 2 ലക്ഷത്തിന്റെ ബുള്ളറ്റ് മേടിച്ച് കഴിയുമ്പോൾ ഇവൻ അതിന്റെ എന്തോ മാറുന്നുണ്ടല്ലോ, ഈ ശബ്ദം വരുന്ന എന്നാ സൈലൻസ്. നല്ല സൈലൻസറാ. അപ്പം അതല്ല, ഇവൻ മാറി, ഇവൻ മറ്റുള്ളവർ കൂടെ വിനയാക്കി തീർക്കും. അപ്പൊ നമ്മൾ ചോദിക്കോ, ഈ അമ്മച്ചി പാവ, അയ്യോ തള്ള പാവമല്ലാതെ മരുമകളുമായിട്ട് അവർ ഗാർഗിൽ യുദ്ധം നടത്തിയ പമ്മി വന്നിരിക്കുന്നത് ഉള്ള. ഞങ്ങളുടെ ഒരു തള്ളയെ പറ്റി ഒരാൾ പറഞ്ഞു, ഈ തള്ള കപ്പലേന്ന് ആടി പ്ലെയിനെ കയറുന്ന തള്ളയാണ്. കടലിൽ കൂടെ പോകുന്ന കപ്പലെന്നവർ ആടി പറന്നു പോകുന്ന പ്ലെയിനെ കയറും. അത്രയ്ക്ക് മൂച്ചുള്ള തള്ളയാണ്. ഇപ്പം വന്നിങ്ങനെ പമ്മി ഇരിക്കുക. നമ്മുടെവർക്കും ഒന്നും പാവമല്ല. അടുത്തറിയണം, ദൈവത്തിന് നമ്മളെല്ലാം നന്നായിട്ട് അറിയാം. എളുപ്പ വഴി കൂടെ വിട്ടില്ല ദൈവം, ചുറ്റിച്ചു. എന്തിനാ? അകത്തിരിക്കുന്നത് വെളിപ്പെടാൻ. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോഴാ നീ ആരാണെന്ന് തെളിയുന്നത്. എല്ലാ അന്തരീക്ഷവും അനുകൂലമായാലൊന്നും ആൾക്കാരെ പിടികിട്ടുകയല്ല. നീ ശരിക്കും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നീ ആത്മീകനാന്നോ ഇല്ലയോ എന്നറിയും. ഇല്ലേ? നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും. 8:2 അതെ, ഞാൻ പറയണ്ടത് വായിക്കും. അതാ വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും എന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തി. അപ്പോൾ ഇവരെ ചുറ്റിച്ച് നടത്തിയത് ഹൃദയത്തിനകത്തിരിക്കുന്ന അറിവാനാ. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇരിക്കുക. ഇതെല്ലാം വെച്ചോണ്ടാണ് നമ്മൾ ഈ ഗ്ലോറി, വിക്ടറി, കാൽവറി എന്ന് പറഞ്ഞ് ഈ ചാട്ടമെല്ലാം ചാടുന്നത്. ഒരിക്കൽ കൂടെ ശക്തിയോടെ അകത്ത് മുഴുവൻ പാകയും പിണക്കവും വൈരാഗ്യവും കുരുക്കും കുന്നായ്മയും കാലുവാരലും കുതികാല് വെട്ടലും എന്തെല്ലാം ദോഷം ഒപ്പിച്ചാ നമ്മൾ ആ കരങ്ങൾ വീശി ഈ കരം കൊണ്ടല്ലയോടാ നീ ദോഷം എഴുതി വെച്ചത്. ആ കരങ്ങൾ കൊണ്ടാ പറയുന്നത് വീശി. ഓ ഭയങ്കര വീശ. ഈ കരം കൊണ്ടല്ലയോ നീ മൊബൈലില് അടിച്ച എന്താ കുന്തത്തിന്റെ പേരുമെല്ലാം മറന്നുപോയി. വാട്സപ്പ്, പിന്നെ ഒത്തിരി ബുക്ക് ഉണ്ടല്ലോ. സ്തോത്രം. ബുക്ക്, പിന്നെ ഇൻസ്റ്റാഗ്രാം, ആപ്പും ബുക്കും. അത് ഞാൻ പറഞ്ഞാൽ തെറ്റും. എന്നാ ഗ്രാമ? ഇൻസ്റ്റാഗ്രാം. പറയുന്നില്ല. ഇതെല്ലാം ഒപ്പിച്ചു വെക്കുന്നത് ഈ കൈ കൊണ്ടല്ലേ. ആ കൈ കൊണ്ടാ പറയുന്നത് കരങ്ങൾ വീശി ദൈവത്തെ മഹത്വപ്പെടുത്തിയ കരം കൊണ്ട് നീ കൂട്ടുവേലക്കാരനെ, കൂട്ടു സഹോദരനെ, കൂട്ടുവിശ്വാസിയെ എതിരെ ആമൻ സ്വത്ത് കുരുക്കൊപ്പിച്ച ഒടുവിലെ ഇങ്ങനെ ഒരു അസുഖം ഉണ്ട്. അതിന് ഞാൻ പറയുന്നത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അടിച്ചിരിക്കും. അത് ഞാൻ പറഞ്ഞാൽ തെറ്റും. സ്തോത്രം. ഇങ്ങനെ ഇരിക്കും. മലയാളത്തിൽ പറയാം വെട്ടുപാദം. കാണിച്ച നിനക്ക് വെട്ടുപാദം വരരുതേ. സ്തോത്രം. വെട്ടുപാലം ഉണ്ടാകരുതെന്നായി പറഞ്ഞത്. നാം നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴാ നീ ആരാന്ന് തെളിയുന്നത്. പോരാട്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നീ ദൈവസന്നിധി മുഴങ്കാലം അടക്കുന്നെങ്കിൽ നിന്റെ കൂടെ ദൈവം കാണും. അതല്ല നീ MLA പിടിച്ച്, MP പിടിച്ച്, വക്കീലിനെ പിടിച്ച്, വാർഡ് മെമ്പറെ പിടിച്ച്, പ്രസിഡന്റിനെ പിടിച്ച്, മന്ത്രിയുടെ പുറകെ, അതൊക്കെ അവര് ചെയ്യട്ടെ. നീ അതിന്റെ പുറകെ പോയാൽ ഒടുവിൽ മറ്റേ രോഗം അതാ. നീ മുഴങ്കാലം അടക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതനുണ്ട്. അവൻ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും.
ഞാൻ വചനത്തിൽ കൂടെ ദൂത് പറയുന്നത്. ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് നീ പോകരുത്. നീ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ആരാധനയിലും മുറ്റിരുന്നാൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിയണം. ഇതിനകത്ത് ഇതെല്ലാം പകയും വിദ്വേഷവും എല്ലാം വെച്ചോണ്ട് അടുത്തിരിക്കുന്ന വിശ്വാസിയോട് മിണ്ടുകയല്ല. എന്നിട്ട് പാടുന്ന പാട്ടാ സ്നേഹത്തിന് ആഴവും. അയലത്തുകാരനോട് മിണ്ടുകയല്ല, അതിന് തർക്കമാ. ചേട്ടന് വേണേ ചേട്ടൻ IPC, അനിയൻ ചർച്ചക്കോട്, ഇളയ അനിയൻ ചാരോൻ, അതിൻ്റെ ഇളയത് അസംബ്ലിസ് കോഡ്, തള്ള ഒരെണ്ണം CPM-ലും. അതിര് തർക്കം. സന്ധ്യ ആകുമ്പോൾ എല്ലാ അപ്പറേപ്പറ വീട് എല്ലാവരും പാട്ട് ഏതാണെന്നറിയാം. എൻ്റെ ദേശം ഇവിടെയല്ല. രാവിലെ 8:30 പിന്നെ കൊടുവാളുമായിട്ട് നിന്നതോ. എടാ, ഹൃദയത്തിനകം നന്നാകണമെന്ന്. എല്ലാത്തിനേക്കാളും കപടമുള്ളതാ. അത് ആരാഞ്ഞറിയുന്നവൻ ദൈവമാണ്. ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനായിട്ട് ചുറ്റിച്ചത്. അതെ, ഇങ്ങനെ ഒരു വഴിനിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ഈ ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഇവർ വിളിച്ചു പോയി. ആ വഴിനിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴും പറയുന്നത് അപ്പം തിന്നാനാണോ നിന്നെ വിളിച്ചിറക്കിയത്? അല്ല, ഒറ്റ വാക്ക് പറഞ്ഞാൽ ആരാധിക്കാനാ നിന്നെ വിളിച്ചിറക്കിയത്. എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കണം. ആരാധിക്കാനാ നിന്നെ വിളിച്ചിറക്കിയത്. എന്നാൽ ആരാധിക്കുന്നതിനോട് പറയാ, ആരാധിക്കുന്ന നിനക്കുള്ള അപ്പം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന നിനക്കുള്ളതൊക്കെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ നല്ല പുസ്തകത്തിലെ വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലങ്ങൾ അവന്റെ മേലുണ്ട്. ഇന്ന് രാത്രി മനോഭാരത്തോടെ മനോദുഃഖത്തോടെ ആകുലചിന്തയോടെ കുഞ്ഞുങ്ങളുടെയോ കുടുംബത്തിന്റെയോ ശുശ്രൂഷയോടോ ജീവിതത്തിന്റെയോ ജോലിയുടെ ഒക്കെ വിഷയത്തിൽ ആരെങ്കിലും ഭാരപ്പെട്ട് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് വചനത്തിൽ കൂടെ ദൂരെ പറയാ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് അത് ദൈവം നിന്റെ കയ്യിൽ തരും. അപ്പോൾ ഇവര് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. ഇവിടെ അപ്പമില്ല വെള്ളവുമില്ല. അപ്പം തിന്നാനാണോ കൊണ്ടുവന്നത്? അല്ല, ആരാധിക്കാൻ കൊണ്ടുവന്നാ. ഇനി അതുപോട്ടെ, ഇവിടെ അപ്പമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം വെറുപ്പാണ്. മന്നയെ പറ്റിയാ പറഞ്ഞേ. മന്ന ശക്തിമാന്മാരുടെ അപ്പമാണ്. മന്നയെ പറ്റി പറയുന്നത് ഇത് യേശു ക്രിസ്തുവിന്റെ നിഴലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വലിയ തെറ്റില്ല. മന്ന, കാരണം ഈ മന്നയുടെ വിശേഷത നിങ്ങൾക്കറിയാം. ഒന്ന്, ഇത് മേളിൽ നിന്ന് വീണതാ മന്ന. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, അവൻ ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നിഴലായിട്ട് പഠിക്കുക. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോവുകയും പോകാനിരങ്ങുകൾ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്വരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായിട്ടുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായിട്ടാണ് ജീവിച്ചത്. സ്തോത്രം. സമ്പൂർണ്ണ മനുഷ്യൻ, സമ്പൂർണ്ണ ദൈവം. സമ്പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാണ് വിശന്നത്. നിങ്ങൾക്കറിയാം, നമുക്കറിയാം. സമ്പൂർണ്ണ ദൈവമായതുകൊണ്ടാണ് അപ്പമെടുത്ത് വാഴ്ത്തി പോഷിപ്പിച്ച് 5000 പോഷിപ്പിച്ചത്. സ്തോത്രം. സമ്പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാണ് ഉറങ്ങിയത്. പടകിലെ തലയണ വെച്ച് ഉറങ്ങി. സമ്പൂർണ്ണ ദൈവമായതുകൊണ്ടാണ് കാറ്റിനെ ശാസിച്ചത്. സ്തോത്രം. സമ്പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാ ലാസറിന്റെ കല്ലറയ്ക്ക് വന്ന് കരഞ്ഞത്. പ്രിയനായവൻ കടന്നുപോയപ്പോൾ സമ്പൂർണ്ണ ദൈവമായതുകൊണ്ടാ മരിച്ചവനെ ഉയർപ്പിച്ചത്. ഇന്ന് രാത്രി അവിടുന്ന് സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാ. യേശു ക്രിസ്തു നിത്യദൈവമാണെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ആ കർത്താവിന് നിഴലായി മന്ന. അപ്പൊ ഒന്ന്, ഇത് മുകളിൽ നിന്ന് വന്നതാ മന്ന. മുകളിൽ നിന്ന് വന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, എടയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, എടയ്ക്കു വേണ്ടി യേശു യാഗമായി. നിന്മകളും പടികളും രുചികളും സഹിച്ച് നിന്നിതനായി
നിന്ദിതനായവൻ കടന്നുപോയി, നിന്ദിതനായവൻ കടന്നുപോയി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശുയാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശുയാഗമായി. ഓടിക്ക് മുമ്പോട്ട് പോകും. അപ്പോൾ ഒന്ന്, ആ മുകളിൽ വന്ന മന്ന യേശുവിന്റെ നടന. രണ്ട്, ഈ മന്നയുടെ വിശേഷത. ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഉരുണ്ടായിരിക്കുന്ന ഉരുണ്ട് എന്ന് പറഞ്ഞാൽ കൊത്തമ്പാലരി പോലെ ചെറുതാ അല്ലയോ? ചെറുതല്ലയോ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ പോയിട്ട് കണ്ടില്ലേ? ഉരുണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും, മന്നയ്ക്ക് മൊനയില്ല. പണ്ട് നമ്മൾ ഒരു കളിയുണ്ട്, ഞങ്ങളുടെ ഇവിടെ മോട്ടക്കടി എന്നാ പറയുന്നത്, വട്ടുകളി. അതിന് ചെറിയ കല്ലുവട്ടെന്നാ ഇവിടെ എന്നാ പറയുന്നത്. എന്താ അടി മേടിച്ചെന്നറിയാം ഈ മോട്ടയ്ക്ക്? കൊള്ളാം, ഇങ്ങനെ വെച്ചാ കൊടുക്കുന്നത്. ഞങ്ങളുടെ അടുത്തടുത്തനുണ്ട്, അവൻ നല്ല കൃത്യാവും, ഉന്നവാ ദൂഷ ഇവിടെ കാണിക്കാൻ നീര് വെക്കും. ഞാനും അടിക്കും, എനിക്ക് എന്നാലും അത്ര ഉന്നമില്ല, അവന് നല്ല ഉന്നമാണ്. അപ്പം കല്ലുവെട്ടെന്നാ പറയുന്നത്. നിങ്ങൾ ആ കല്ലുവെട്ടെടുത്ത് നോക്കി, ഒരു മൊനയില്ലല്ലോ, ഉരുണ്ടിരിക്കുകയല്ലേ. ഉദാഹരണമാണ്. ഇതുപോലെ മന്ന ഉരുണ്ടിരിക്കുക, ഒരു മൊനയില്ല എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് കീഴോട്ട് നോക്കിയാൽ മൊനയില്ല, താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാലും മന്നയ്ക്ക് മൊനയില്ല, ഒരു സൈഡിൽ നിന്ന് നോക്കിയാലും മന്നയ്ക്ക് മൊനയില്ല. ഒരു മൊനയില്ലാത്തതാ മന്ന എന്ന് പറഞ്ഞാൽ ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത ക്രിസ്തുവിൻ്റെ നിർമ്മല ജീവിതത്തിന് നിഴലായി മന്ന. എത്ര കോടതി മാറി മാറി വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ലല്ലോ. സ്തോത്രം. ഒറ്റിക്കൊടുത്ത യൂദായോട് പറഞ്ഞു, അയ്യോ കുറ്റമില്ലാത്ത രക്തം ഞാൻ. അവനും അങ്ങനെ തന്നെ പറഞ്ഞേ. പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവന്റെ ഭാര്യയ്ക്കും രാത്രി വിവിധതയും ദർശനം എന്ന് പറഞ്ഞു. കാര്യമൊക്കെ കാര്യം, അങ്ങേർക്ക് ദോഷമായിട്ട് ഒന്ന് ഒപ്പിച്ചു വെച്ചേക്കുക. അന്നേരം പുള്ളി ഒപ്പിച്ചു കഴിഞ്ഞു, ഒന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞു. ക്രൂശിൽ കിടന്ന് ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തൻ അപ്പറയും ഇപ്പറയും തൂക്കിയിരിക്കുക. ഒരുത്തൻ പറഞ്ഞ് വിസ്തരിച്ചെഴുതിയിട്ടില്ല, പറഞ്ഞു, ഇവിടെ മുടിഞ്ഞവനെ മിണ്ടാതിരിക്കെ, നീ ആണി കയറിയിട്ടും നീ ഒതുങ്ങുന്നില്ലല്ലോ. അങ്ങനെ എഴുതിയില്ല, ആശയം അതാണ്. ആണി കയറിയിട്ടും 2018 വെള്ളപ്പൊക്കം വന്നിട്ടും എൻ്റെ തങ്കേ നീ ഒതുങ്ങിയില്ലല്ലോ. ഇപ്പോഴും നീ കൊമ്പ് പുറത്ത് നിൽക്കുക. കോവിഡ് വന്നിട്ടും ബേബി നീ ഒതുങ്ങി. ഇപ്പോഴും നീ സഭയെ വന്ന് വഴക്കുണ്ടാക്കുകയും കൊമ്പ് കോർക്കുകയും അടി ഉണ്ടാക്കി ആ ആൾത്തിറങ്ങുന്നേച്ചാൽ അമ്മയ്ക്കും എന്നെ അറിയാവോന്ന്. എന്നെ ആടാ, എന്നെ എല്ലാവർക്കും അറിയാം, നീ മിണ്ടായിരിക്കുന്നതാ നല്ലത്. ഇത് വന്നിട്ട് ഒതുങ്ങുന്നില്ലല്ലോ. അഹങ്കാരത്തിന് കുറവുണ്ടോ? പിടിവാശിക്ക് കുറവുണ്ടോ? ക്ഷമിക്കാൻ മനസ്സുണ്ടോ? പൊറുക്കാൻ മനസ്സുണ്ടോ? വിട്ടുകളയാൻ മനസ്സുണ്ടോ? അതാ ക്രൂശിക്കടന്നും പറഞ്ഞു മിണ്ടാതിരിക്കണോ, ആണി കയറിയിട്ട് നീ ഒതുങ്ങുന്നില്ലല്ലോ. നമ്മൾ ചെയ്ത തെറ്റിന് ആ പ്രായച്ചിത്തമാടാ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഈ നീതിമാൻ യാതൊരു ദോഷവും ചെയ്തിട്ടില്ല. സ്തോത്രം, ഒരു ദോഷവും ചെയ്തിട്ടില്ല. നന്ദി കേട്ടായി അഗ്നിയിൽ നിന്നും ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേ ചാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. ഈ മന്ന യേശു ക്രിസ്തുവിന് നടല. മാത്രമല്ല മന്നയുടെ മൂന്നാമത്തെ ഒരു വിശേഷത, ഈ മന്ന വാതിക്കലുണ്ട്. അതിരാവിലെ കൂടാരവാതിൽ തുറന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ മന്ന വാതിക്ക കിടപ്പുണ്ട്. മന്ന പൊടിയുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. എപ്പോഴാ?
രാത്രിയിൽ പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മഞ്ഞയും കൂടെ പൊടിയുകയാണ്. അങ്ങനെ ആ സംഖ്യാപുസ്തകം 11:9 വായിച്ചേ. സംഖ്യ 11:9 അല്ലേ? രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മഞ്ഞ് പൊഴിയുമ്പോൾ മഞ്ഞയും കൂടെ പൊടി. അപ്പൊ മഞ്ഞ് മാത്രമല്ല, മഞ്ഞും മഞ്ഞയും കൂടെ മേളിൽ നിന്ന് പൊടിക്കുന്നത്. ഇങ്ങനെ രാത്രി മഞ്ഞും മഞ്ഞ ഇങ്ങനെ പൊടിക്കും. പൊടിഞ്ഞ് കൂടാരവാതുക്കലും പരിസരത്തും എല്ലാം കിടക്കും. ആ കൂടാരത്ത് രാത്രി തങ്ങി പ്രാർത്ഥിച്ച് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ അതിരാവിലെ കൂടാരവാതിൽ തുറന്നങ്ങോട്ട് ചെല്ലുമ്പോൾ വാതുക്കെ കിടക്കുക. എന്റെ ഭാഷ പറഞ്ഞ വാതുക്കെ മഞ്ഞ്. ആ മഞ്ഞ് ഇങ്ങനെ തട്ടി മാറ്റുമ്പോൾ അതിനിടയിൽ മന്ന, അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും കണ്ടോ ഈ മന്ന. ആ മനുത ചെതുമ്പല് മാതിരിയിൽ ഇങ്ങനെ കിടക്കുക. അത് തട്ടി മാറ്റുമ്പോൾ അകത്ത് മഞ്ഞയുണ്ട്. മഞ്ഞിൽ പൊതിഞ്ഞ മന്ന. ഇടയ്ക്ക് കയറി പറയാ, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കടിക്കുന്നവനെ കണ്ടാൽ അറിയാം. അവൻ യോഗത്തിന് വന്നാലും അറിയാം. നമ്മൾ ചോദിക്കുന്ന ഉണ്ടായിരുന്നു എന്നാ, പിന്നെ ഞാൻ പുറകിലിരിപ്പോ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. നീ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. സ്വോത്രം. അമ്മയുണ്ടായിരുന്നു. അമ്മ നടുക്കത്തെ തൂണിൻ്റെ അവിടെ നിന്ന് ഇടയ്ക്കൊന്ന് മയങ്ങി. എന്നാലും ഞാൻ ഞങ്ങൾക്കൊരു തള്ളയുണ്ട്, കോട്ടാലി തള്ള വായും പൊളിച്ചാ ഉറങ്ങുന്നത്. പാവമാ. ഞാൻ ചോദിച്ചു, ഉറങ്ങുകയാണ്? കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നാ ഉറങ്ങുകയെന്ന് അമ്മ പറയുന്നില്ല, കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ എന്നോട് പറയാം, ഞാൻ ക്ലിയറായിട്ടാണ് കാണുന്നത്. അതാ വിഷയം. നമ്മൾ ക്ലിയറായിട്ടല്ല തള്ള പറഞ്ഞു വെച്ചെന്നെ. ഞാൻ ക്ലിയറായിട്ടല്ല കാണുന്നത്. ഉറങ്ങി ഊപ്പാട് വരിക. അപ്പൊ ഈ മന്ന അതിരാവിലെ കൂടാരവാതിൽ തുറന്നു ചെല്ലുമ്പോൾ മന്ന വാതിക്കെ കിടപ്പുണ്ട്. ഈ മന്ന അത്രയ്ക്ക് നല്ലതാ എന്ന് പറഞ്ഞാൽ, നീ മന്ന തപ്പി വണ്ടിക്കൂലി മുടക്കി പോകണ്ട. മന്ന വാതിക്കെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷ നിന്റെ സമീപത്താ. രക്ഷ തപ്പി നീ കിഴക്കോട്ട് പോകണ്ട. ഞങ്ങളുടെ അമ്മ പണ്ട് പറയും, അധികം കിഴക്കോട്ട് പോകണ്ടെന്ന്. ചില വിഷയത്തിൽ നീ കിഴക്കോട്ടും പോകണ്ട, വടക്കോട്ടും പോകണ്ട, തെക്കോട്ടും പടിഞ്ഞാട്ടും ഒന്നും പോകണ്ട. രക്ഷ നിന്റെ വാതിക്കലുണ്ട്. ഇത് രക്ഷാ ദിവസമാ, ഇത് സുപ്രസാരകാലമാ. ഇന്ന് രാത്രി രക്ഷകൻ വന്നിട്ടുണ്ട്. ഏറ്റെടുക്കുക. ഒറ്റ വാക്ക് പറ, യേശുവേ ഞാനൊരു പാപിയാ, യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ പാപത്തെ മോചിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണം. ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും, അവരെ യേശു രക്ഷിക്കും. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മകമേ ഇകത്തിലുണ്ടോ പറക. പരിശുദ്ധ യേശുവല്ലാതെ വേറൊരു രക്ഷകൻ, യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. യേശുക്രിസ്തു മാത്രമായ രക്ഷകൻ. ആ രക്ഷ നിന്റെ വാതുക്കലുണ്ട്. നീ അന്തും ബിന്ദുമെടുത്ത്
അടിവിടുവെടുത്ത് കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും പോകണ ഉരുളണ്ട. ചെരുപ്പിട്ടോണ്ട് ചെരുപ്പിടാതെ നടക്കണമെന്ന് നിർബന്ധമില്ല. വെള്ള തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ചുമന്നത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. മഞ്ഞ തന്നെ വേണമെന്നും നിർബന്ധമില്ല. കറുപ്പ് വേണമെന്നും എന്തേലും വേണം. ആ പരുവത്തിന് നിന്നരുത്. സ്തോത്രം. ലജ്ജാശീലത്തോടും സുബോധത്തോടും രക്ഷ നിന്റെ വാതുക്കലുണ്ട്. ഇന്ന് രാത്രി രക്ഷിതാവിനെ ഏറ്റെടുത്ത് ഇവിടുന്ന് തിരിച്ചു പോകാവൂ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അതധികം വിസ്തരിക്കുന്നില്ല. ഈ മന്നയെ പറ്റി 3 സ്ഥലത്താണ് എഴുതിയേക്കുന്നത്. ഈ മന്ന ഇവര് പറയാ ഞങ്ങൾക്ക് വെറുപ്പാണ്. മന്ന ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. ആരംഭത്തിൽ പറഞ്ഞത് തേൻ ചേർത്ത ദോശ എന്നാ. 16:31 വായിര്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ തേൻ ചേർത്ത ദോശ എന്നാ കൊടുത്ത പ്രയോഗം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 31-ാം താളം മറിച്ചേച്ച് ഇടത്ത് വെച്ചത്ത് മേളിൽ ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. മന്ന എന്ന് പേരിട്ടു. പിന്നെ അത് കൊത്തമ്പാലരി പോലെയും നല്ല വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചി. ഈ പ്രാരംഭത്തിൽ മന്ന ഭക്ഷിച്ചപ്പോൾ ഇവർക്ക് തോന്നുക, ഇവർ പറയുക ഇത് തേൻ ചേർത്ത ദോശ. ശ്രദ്ധിച്ച്, ആ പെന്തിക്കോസ്ത് വന്ന കാലത്തെ ടേസ്റ്റ് അങ്ങനെ. രക്ഷിക്കപ്പെട്ട കാലം ഒന്നോർത്തെ എന്തോ ടേസ്റ്റാ ഇല്ലയോ? അത്രയും ടേസ്റ്റ് ഇപ്പൊ ഉണ്ടോ? സത്യം പറ. എവിടെ യോഗം ഉണ്ടെങ്കിലും പോകും. നല്ല ടേസ്റ്റാ. എത്ര നേരം ഉണ്ടെങ്കിലും ഇരിക്കും. അന്ന് വണ്ടി വേണ്ട, കൂട്ട് വേണ്ട, ടോർച്ച് വേണ്ട, ചപ്പൽ വേണ്ട, മാച്ച് ചെയ്യുന്നതൊന്നും വേണ്ട. ഇന്നിതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലും യോഗത്തിന് വരികയല്ല. ഇനി അഥവാ വന്നാലും ഇടയ്ക്കിരുന്ന് മുരടും. മുരടുകാരൊത്തിരി ഉണ്ട്. അല്ല, ഐശുവിന്റെ മാനൊക്കെ കൂടിന്റെ കുടുംബിക്ക് ഇടിച്ച് നിൽക്കുന്നതിന് ഒരു കുഴപ്പോ ഇല്ലല്ലോ. എത്ര മണിക്കൂർ വേണേലും ഐശുവിന്റെ വാതിക്കലേ മോനോ മോളോ ഭാര്യയോ ഭർത്താവോ അകത്ത് കിടക്കുക, കണ്ണാടി കൂടെ നോക്കുക, പച്ച തുണി മാത്രം കാണാം. നീ വെളുക്കോളം നിന്നില്ലേ? എന്നാ പിന്നെ ദൈവസേന ഇരിക്കുന്ന ഇന്ന് രാത്രി അങ്ങ് ചത്തുപോയാൽ നാളെ ഇരിക്കാനൊക്കുവോ? മനസ്സിലായോ? നിങ്ങൾ ഒരു ലോകത്തിന് വിളിച്ചേച്ചി കൊല്ലാൻ കൊണ്ടുവന്നാണോ എന്ന്? അല്ല, ഇത് ചിന്തിക്കണ്ടേ? ഒരു കാര്യം പറയാ, പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ അത് ഭയങ്കര രുചിയാ. ഈ പെന്തിക്കോസ്ത് വരുന്ന കാലത്ത് അങ്ങനെ ഭയങ്കര ടേസ്റ്റാ. അന്നത്തെ കയ്യടി, പാട്ട്, പ്രാർത്ഥന. അന്നത്തെ പാട്ടും ഇതാ, എവിടെ പോയി ഞാൻ അവന ജീവൻ വെക്കണം, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സ് നൽകണേ. എവിടെ പോയി ഞാൻ അവന ജീവൻ വെക്കണം, അവിടെ തന്നെ പോവാൻ എനിക്ക്. അപ്പൊ അന്നത്തെ പാട്ട് ഭയങ്കര ടേസ്റ്റ്. അന്നത്തെ കയ്യടി വീശിയല്ലേ അടിക്കുന്നത്. വന്ന പാടത്ത് ഇപ്പോഴോ പണ്ടെടുത്ത യോഗത്തിന് ഇരിക്കുക. സി കെ ദാനിയേൽ പറഞ്ഞ പോലെ ഗുണമാകുകയില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാൻ, അനീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പൊ പ്രാരംഭത്തിൽ ഇത് കഴിച്ചപ്പോൾ തേൻ ചേർത്ത ദോശ ഭയങ്കര രുചി. കുറച്ചു നാൾ കഴിച്ചപ്പോൾ രുചി പോയി. സംഖ്യാപുസ്തകം 11-8 പറയുക, ജനം നടന്നു പെറുക്കി. അങ്ങനെ ചേർത്ത് വായിച്ചോ? ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. തിരികല്ലിൽ പൊടിക്കും. ഇരുനാരി ജനങ്ങൾ തിരികല്ലിൽ പൊടിക്കും. ഇരുനാരി ജനങ്ങൾ തിരികല്ലിൽ പൊടിക്കും. ഇരുനാരി ജനങ്ങൾ തിരികല്ലിൽ പൊടിക്കും. ഇരുനാരി ജനങ്ങൾ തിരികല്ലിൽ പൊടിക്കും. ഇരുനാരി ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും. ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും. അന്ന് 2 നാരന്മാർ വയലിൽ വേലക്കിരിക്കും. അന്ന് 2 നാരന്മാർ വയലിൽ വേലക്കിരിക്കും. ഒന്ന് ഭൂതനെടുക്കും, ഓടനെ കൈവടിയും.
ചേർത്ത ദോശ. 8-10 കൊല്ലം കഴിഞ്ഞപ്പോ എണ്ണ ചേർത്ത ദോശ. ആ പഴയ രുചിയും ഗുണവും മണോ ഒന്നും ഇപ്പം ഇല്ല. ഇന്നാളൊരമ്മ പറഞ്ഞു എല്ലാം പോയി പാസ്റ്ററെ, എല്ലാം പോയി. ആട്ടെ, ഒടുവിൽ പറഞ്ഞ ആ സംഖ്യ 21:4. ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം. ഒരു കാര്യം പറയാ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, മന്ന യേശു ക്രിസ്തുവിന് നടല. മന്നയ്ക്ക് ഒരു കുഴപ്പവുമില്ല, കുഴപ്പം എനിക്കും നിനക്കുമാ. മന്നയ്ക്കൊരു കുഴപ്പമില്ല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ, അകൃത്യമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപം തിന്നാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധന ക്രിസ്തു. PKS പാടിയ പാട്ട് പാടുന്നില്ല, പറഞ്ഞു വിട. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഞാൻ എപ്പോഴും പറയും, നീ ഭാഗ്യവശാല ഇതിനകത്ത് വന്ന് കയറിയത്. യേശുവിനെ അറിഞ്ഞതാ നമ്മുടെ ഒരു പാട്ടിന്റെ പരിപാടിക്കോട്ടെ. വന്നിടുവിൻ മാനവരെ ബോബസിൻ കാലായിൽ തൻ പകലിൽ വേല ചെയ്യും തഞ്ചനത്തിൻ കൂടെ, തഞ്ചനത്തിൻ കൂടെ. തഞ്ചനത്തിൻ കൂടെ, തഞ്ചനത്തിൻ കൂടെ. ദേശം വിട്ട് തന്റെ അമ്മയോട് കൂടെ ചേർന്ന ഭാഗ്യവശ ഓവസിനായി, ഓവസിനായി. തന്റെ അമ്മയോടുകൂടെ ചേർന്ന റൂത്ത് ഭാഗ്യം വെച്ച ഓവസിനായി, ഓവസിനായി. എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ, എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ, എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ. നിങ്ങളിൽ അതിൽ കണ്ണിന്ന് മുട്ടിടുന്നു നാഥൻ. എൻ മകനെ, എൻ മകനെ, എൻ മകനെ, എൻ മകനെ, എൻ മകനെ, വാതിൽ നീ തുറന്നിടുമോ ഇന്നു. നാഥനോ മതേവ, നാഥനോ മതേവ. വന്നിടുവിൻ മാനവരെ ബോബസിൻ കാലായിൽ തൻ പകലിൽ വേല ചെയ്യും തഞ്ചനത്തിൻ കൂടെ, തഞ്ചനത്തിൻ കൂടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. ഈ മന്ന യേശുവിന് നടല. ഓടിച്ചു പോകാം. ഈ മന്നയെ ഇവര് തിരസ്കരിച്ചു. ഇവര് പറയാ, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെ മന്നയെ വെറുപ്പായി പരിഗണിച്ച് മന്നയെ അധിക്ഷേപിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പത്തെ അയച്ചു. ഇതിന് ശരിയായ മലയാള ഭാഷ സരീസൃഭം എന്നാ കൊടുത്തിരിക്കുന്നത്. ഉരകശ്രേഷ്ഠൻ, സരീസൃഭം, പിന്നെ പന്നകം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ അർത്ഥം വ്യാഖ്യാനിച്ചാ പറയേണ്ടത്. പന്നകം, സരീസൃഭം, ഉരകം. ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല, സമയം പോയത് കൊണ്ടാ. സ്തോത്രം. അഗ്നിസർപ്പത്തെ ദൈവം അയച്ചു.
അഗ്നിസർപ്പങ്ങൾ വന്ന് മന്നയെ തിരസ്കരിച്ച് ആക്ഷേപിച്ച് മുഴുവൻ എണ്ണത്തിന് പാമ്പ് കടിച്ചു. എടാ, പാമ്പ് കടിക്കാൻ വരുമ്പം IPC ആണോ, ചർച്ചക്കോടാണോ, അഖിലേന്ത്യാണോ, ന്യൂണ്ടിയാണോ, ചാരോനാണോ, ഇൻഡിപെൻഡന്റ് ആണോ, TPM ആണോ, ഫെയ്ത്ത് ലീഡേഴ്സ് ആണോ, കെപ്പുറോനാണോ എന്ന് ചില പാമ്പ് കടിക്കുന്നത്. മന്നയെ ഉടക്കിയവൻ, മന്നയോടൊതച്ചവൻ, മന്നയെ തിരസ്കരിച്ചവനെ എല്ലാം കടിച്ചിരിക്കും. ഊടുപാട് പാമ്പ് കടിച്ചു. പാമ്പ് കടി തുടങ്ങിയത് ഇവിടെ അല്ല, 33 കടി. ആദ്യം തള്ളയെ കയറി കടിച്ചു. തള്ളക്കിട്ട ആദ്യത്തെ കടി. തള്ളയെ കടിക്കാൻ കാര്യമാണ്, തള്ള കടിച്ചത് കൊണ്ടാണ്. അവിടെ മുഴുവൻ കടിയാന്നല്ലോ. തള്ള പറിച്ച് കടിച്ചു, പാമ്പ് തള്ളയെ കടിച്ചു. തള്ള അച്ചായന് കൊണ്ട് കൊടുത്ത് പുള്ളിയും അത് കയറി കടിച്ചു. പിന്നെ ഇങ്ങോട്ട് വൃക്ഷഫലം തിന്മാൻ നല്ലതും 3:6 അതെ, കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. തിന്നേച്ചാന്നേലും അവന് കൊടുത്തല്ലോ, അത് വലിയ കാര്യമാണ്. തന്നെ തിന്നേച്ച് കയറി കിടക്കുന്ന പെണ്ണുങ്ങളും ചിലടത്ത് ഉണ്ട്. അവൻ കഥ മൊത്തം ചുറ്റി നടക്കുക. പണ്ടൊരുത്തനുണ്ടായിരുന്നു, അവനെ ചെല്ലുമ്പം പെമ്പള ഉടക്കുണ്ടാക്കും. അതിന് പറഞ്ഞ ഞാൻ പേര് മാറ്റി പറയുക, അവന് കൂടെ ആളുണ്ട്. മൊളി ദൈവദാസന്മാരുണ്ടേ, ഇല്ലെങ്കിൽ കറകം വിട്ടുമ്പോൾ അകത്ത് നിന്ന് മോളി പിന്നെ ബോളിയായിട്ടാണ് ഇറങ്ങി വരുന്നത്. അവൻ നേരത്തെ കയറി അടിക്കുക. മൊളി ദൈവദാസന്മാരുണ്ടേ, മനസ്സിലായോ? അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാ, ഈ മന്ന ആമൻ സ്തോത്രം ഇവര് തിരസ്കരിച്ചപ്പോൾ തമ്പുരാൻ അഗ്നിസർപ്പത്തെ അയച്ചു. പാമ്പ് കയറി ഊടുപാട് കടിച്ചു. കടി കൊണ്ടവനെല്ലാം കൂടെ ആദ്യം കടി കിട്ടിയവൻ പടഞ്ഞു വീണ് പെടുപെടാനും മരിക്കുന്നു. കടി കിട്ടാതിരിക്കാൻ ആൾക്കാർ ഓടുന്നു, 4 വാട് ഓടി. ഉടനെ ജനമെല്ലാം കൂടെ പരാക്രമപ്പെട്ടു. മോശയുടെ അടുക്ക വന്നു. മോശയുടെ അടുക്ക വന്നപ്പോ മോശയോട് ദൈവം പറഞ്ഞു, ഒരൊറ്റ കാര്യം ചെയ്തോണം, ഒരു കൊടിമരം അങ്ങോട്ടുണ്ടാക്കി പിച്ചള സർപ്പത്തെ തൂക്കണം. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവൻ ആ കടിയേറ്റ ഭാഗത്ത് നിന്ന് വേറെ മാർഗത്തിന് പോകാതെ പിത്തള സർപ്പത്തിലോട്ട് നോക്കുമ്പോൾ നിനക്ക് രക്ഷ. ഈ വിഷയം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയാ, മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. കർത്താവിന് സ്തോത്രം. ഈ പിത്തള സർപ്പത്തിന്റെയും അഗ്നി സർപ്പത്തിന്റെയും അവൻ വ്യത്യാസം ഒരു കാര്യം പറയാ. ഒന്ന്, അഗ്നി സർപ്പത്തിന് വിഷമുണ്ട്, പിത്തള സർപ്പത്തിന് വിഷമില്ല. സ്തോത്രം. അഗ്നി സർപ്പത്തിന് വിഷമുണ്ട്. അഗ്നിസർപ്പം എന്ന് പറയുന്നതിന്റെ കാര്യം യെശയ്യാ പ്രവചനത്തിലുണ്ടല്ലോ, പറക്കുന്ന അഗ്നിസർപ്പം. അത്ര തന്നെ 30 ഉണ്ടോ? അപ്പോൾ അവിടെ പറക്കുന്ന അഗ്നിസർപ്പം കണ്ടുപാടി നീ നുണയും കൊതിയും പറഞ്ഞുള്ള കണ്ടമാനം നടന്ന് മരുമകളുടെ കുറ്റവും അമ്മായിയമ്മയുടെ കുറ്റവും പറഞ്ഞ് എല്ലാവരുടെയും കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ പറയാം, ആ ഭാഷ ഞങ്ങളും ഒക്കെ വായിക്കുന്നത് മൈക്ക് തരാത്തതുകൊണ്ടാ. പിന്നെ അയ്യോ, അനുഗ്രഹിക്കണ്ട മാതൃകയാന്ന് അങ്ങനെ വായിക്കുന്ന സഹോദരിമാരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ചടികടാന്ന്. അപ്പൊ ഇത് പറക്കുന്ന അഗ്നിസർപ്പം. ഈ അഗ്നിസർപ്പം എന്ന് പറയാൻ കാര്യം അഗ്നിയുടെ സർപ്പമായിട്ടല്ല, ഇതിന്റെ സ്പീഡാ വരുന്നത്. ഇതിനെപ്പറ്റി വേറെ പഠിതാക്കൾ പറഞ്ഞത്, കടിച്ചു കഴിഞ്ഞാൽ കടിക്കുന്ന ഭാഗം പെട്ടെന്നങ്ങ് തീ പോലെ പഴുത്ത് വ്രണമായി പടയെന്ന് മരിക്കുക അഗ്നിസർപ്പം. ഈ അഗ്നിസർപ്പത്തിന് വിഷമുണ്ട്. എന്നാൽ മോശ ഉയർത്തിയ പിത്തള സർപ്പത്തിന് വിഷമില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നിർമ്മലതയെ കാണിക്കുന്നതാ. യാതൊരു വിഷമില്ല. ലോകം മുഴുവൻ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? മുഴുവൻ വിഷം ചീറ്റുക. നമ്മൾ ഹിന്ദുക്കളാണ്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമ്മൾ ക്രൈസ്തവരാണ്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമ്മൾ മുസ്ലിങ്ങളാണ്, ഒറ്റക്കെട്ട്. എടാ, ഹിന്ദു മുസ്ലിം വർഗവർണ്ണ ഹൈന്ദവ വ്യത്യാസം പറയാതെ മനുഷ്യനെ മനുഷ്യനായി കാണ്. തമ്മിൽ തല്ലുന്നതും തലതികീറുന്നതും പെടലി വെട്ടുന്നതും അല്ല മാർഗം. മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും കുടുംബത്തിന്റെയും ശ്രേഷ്ഠതയുടെ ആദ്യത്വം പറഞ്ഞ് അവൻ അങ്ങോട്ട് ആലോചനമുണ്ടാക്കാതെ മനുഷ്യനായി കാണണം, മനുഷ്യനെ ബഹുമാനിക്കണം. എത്ര എണ്ണ വിഷം ചീറ്റുന്നത്? മാധ്യമങ്ങളിലെല്ലാം ഒരു തള്ളയുണ്ട് വിഷം ചീറ്റുക ചിലര് പറയണേ. തള്ളയുടെ പേരൊന്നും ഞാൻ പറയുന്നത്. എന്നാളൊരാൾ തള്ള പിന്നെ തല്ലുകൊള്ളും. മാത്തക്കുട്ടിക്ക് കാണേണ്ടതാ.
ഓതര കിടന്ന് തല്ലി മേടിച്ച് ആ കൂടെ വന്ന തകോരിയും തല്ലി മേടിക്കും. ആ ഇങ്ങോട്ട് കയറിപ്പോന്ന് എല്ലാവരും കണ്ടതാ. ആ വിഷം ചെയ്യിക്കല്ലേ, വർഗീയ വിഷയം കുത്തിവെക്കരുതെന്ന്, സ്പർദ്ധ കുത്തിവെക്കരുത്, ഇത് വിഷമാ. ഞാൻ വിസ്തരിക്കുന്നില്ല. ആമേൻ. അഗ്നി സർപ്പത്തിന് വിഷമുണ്ട്, എന്നാൽ മോശ ഉയർത്തിയ പിത്തള സർപ്പത്തിന് വിഷമില്ല. യേശുവിൽ ഒരു കുറവുമില്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ ജീവനെ തന്നത്. രണ്ട്, വിസ്തരിക്കുന്നില്ല, നിർത്തുക. രണ്ട്, ഈ അഗ്നി സർപ്പത്തെ ആമൻ സ്വോത്രം ആരും നിർമ്മിച്ചതാ, തന്നെ ഇങ്ങനെ വിഷം ചീറ്റി നടക്കുക. എന്നാൽ പിത്തള സർപ്പത്തിന്റെ ഒരു പ്രകൃതി പറയാ, പിത്തളയല്ലേ അടിച്ച് പരത്തി ആ സർപ്പമാക്കിയേക്കുന്നേ. അടിച്ച് പരത്തി, ഒത്തിരി അടി കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് പരത്തി അത് സർപ്പമാക്കി തൂക്കിയിരിക്കുക. യേശു ക്രിസ്തുവിന്റെ പങ്കപ്പാടിന് നടല. എനിക്ക് നിനക്കും വേണ്ടി അവിടുന്ന് പങ്കപ്പാടുകൾ സഹിച്ചു. എന്നെയും നിന്നെ രക്ഷിപ്പാൻ അവിടുന്ന് വിറകളേറ്റു. മുൾക്കിരീടധാരിയായി മുഖത്ത് രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി കുനിയപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുതുകത്ത് ദാക്ഷിണ്യമില്ലാതെ റോമൻ പടയാളികൾ ചാട്ടമാറുകൊണ്ട് അടിച്ച് ചാട്ട പറിക്കുമ്പോൾ വലിക്കുമ്പോൾ മാംസം ഇരുന്ന് അത് പറഞ്ഞു മാറുകയാ. ദൈവത്തിന് അടിയേറ്റ് ആമൻ നമുക്ക് വേണ്ടി ആമൻ സ്വന്തം കൊടിമരത്തിൽ ഒരുവൻ തൂങ്ങപ്പെട്ട് കിടക്കുക. ഇന്ന് രാത്രി നീ കാൽവരി ക്രൂശിലേക്ക് നോക്ക്, നിനക്ക് രക്ഷയാ. ഇന്ന് രാത്രി അവിടത്തേക്ക് നോക്ക്, നിനക്ക് വിടുതല. ഞാൻ വിസ്തരിക്കുന്നില്ല. വേണ്ടേ പുസ്തകം നിങ്ങളുടെ ചിന്ത ഇനിയും അയാൾ തുടങ്ങുന്നതേ ഉള്ളെന്നാ. പുസ്തകം മടക്കി. ഒന്ന്, അഗ്നി സർപ്പത്തിന് വിഷമുണ്ട്, ആമേൻ. പിത്തള സർപ്പത്തിന് വിഷമില്ല. വിഷമില്ലാത്ത ഒറ്റയൊരുത്തനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഊനമില്ലാത്തവനാ, പാപമില്ലാത്തവനാ, അകൃത്യമില്ലാത്ത പരമവിശുദ്ധനാ, നിർദോഷൻ നിർമ്മലൻ, പാപികളോട് നിർദോഷൻ നിർമ്മലൻ, പാപികളോട് വേർപെട്ടു പാതിതിൽ പാർത്തിരുന്നവൻ, വേർപെട്ടു പാതിതിൽ പാർത്തിരുന്നവൻ, ദുഷ്ടരതിരുമായി ശുദ്ധരുമായി സിയോൻ കുമാരി കാന്തൻ വേഗം വരുന്നീതാ, സിയോൻ കുമാരി കാന്തൻ വേഗം വരുന്നീതാ. അപ്പോൾ അഗ്നി സർപ്പത്തിന് വിഷമുണ്ട്, പിത്തള സർപ്പത്തിന് വിഷമില്ല. മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപത്തിന് ഉയർത്ത. രണ്ട്, അഗ്നി സർപ്പത്തിന് അടിയൊന്നും കിട്ടിയിട്ടില്ല. അടികിട്ടി ആകൃതി വന്നതാ പിത്തള സർപ്പം. അത് യേശുവിന്റെ പങ്കപ്പാടുകളും ആമൻ വ്യതകളും ഓർപ്പിക്കുന്നതാ. ഇന്ന് രാത്രി അവിടുത്തെ പങ്കപ്പാടുകളും വ്യതകളും നീ ഓർക്ക്. ഇന്ന് രാത്രി നിനക്കും നിന്റെ കുടുംബത്തിന്റെ രക്ഷയാ. വിവരിക്കുന്നില്ല, വാക്യങ്ങൾ ചേർത്ത് കോർത്തിണക്കണം. സ്തോത്രം. അഗ്നി സർപ്പത്തിന് അങ്ങനെ വലിയ തേജസ് ഒന്നുമില്ല. പിത്തള സർപ്പത്തിന് പ്രഭയുണ്ട്. സൂര്യന്റെ കിരണം അങ്ങോട്ട് അടിച്ച് പതിച്ചു കഴിയുമ്പോൾ പിത്തള നിന്നങ്ങ് തിളങ്ങുകയല്ലേ. ആ പിത്തള സർപ്പത്തിന് തിളക്കമുണ്ട്. അതാണല്ലോ നദീതീരത്ത് ദാനിയേലിരുന്നപ്പോൾ, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ അവിടെ ഒരു ഫലമുണ്ട്. ഏതായാലും സമയം പോയി, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് എനിക്കറിയാം. ഇതൂടെ പറഞ്ഞേച്ചേ പോകുന്നുള്ളൂ. പിന്നെ നാളെ വേറെ യോഗ. ഇതൂടെ അങ്ങ് വായിച്ചു. 10-1 മുതൽ വായിച്ചു. ആറാം വാക്യം വായിച്ചോ. അവന്റെ ദേഹം ഗോമേതകം പോലെ. 4 മുതൽ വായിച്ചേ. 4 മുതൽ വായിരേ. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദക്കേൽ എന്ന മഹാനദീ തീരത്ത് ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടി ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടെന്ന്. ആ പുരുഷന്റെ വിശേഷതയാ 6-ാം വാക്യം താഴോട്ട്. അവൻ തേജസ്സുള്ള പുരുഷൻ, മഹിമയുള്ള പുരുഷൻ, പ്രഭയുള്ള പുരുഷൻ, പ്രഭാമയൻ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയം പഞ്ഞിപ്പോൾ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയം പഞ്ഞിപ്പോൾ. വെള്ളോട്ടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പോ
പുറത്തേറി വരുന്ന പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട്. അത് വിവരിക്കുന്നില്ല, അവിടുത്തെ പ്രഭയാ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 17 മത്തായി 17 ഒക്കെ ചേർത്ത് വായിച്ച്, ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അവിടുത്തെ വസ്ത്രം വെള്ള, അവിടുത്തെ മുഖഭാവം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. വെളിപ്പാട് 1, 14, 15, 16 ഇതൊക്കെ അറിവുള്ള വാക്യമാ. പിത്തളയ്ക്ക് പ്രഭയുണ്ട്. ആ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്ത്. വാക്ക് നിർത്തുന്നു. അഗ്നി സർപ്പങ്ങളെന്ന്, അങ്ങനെ അഗ്നി സർപ്പങ്ങൾ. എന്നാൽ കൊടിമരത്തിൽ ഉയർത്തിയത് സർപ്പം ഏകവചനമാ. എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കൊരൊറ്റ മാർഗമേ ഉള്ളൂ. സർപ്പത്തെ എല്ലാം കൂടി ഇട്ട് ഉയർത്തണ്ട, സർപ്പത്തെ എല്ലാം കൂടെ നീ സ്വത്വം എടുക്കണ്ട. ഒരേ ഒരു പിത്തള സർപ്പം. പിത്തള സർപ്പങ്ങളെ ഉയർത്തി എന്നല്ല, പിത്തള സർപ്പം ഉയർത്തപ്പെട്ടെന്ന രക്ഷ ഒരുവന് കൂടി മാത്രം. യേശു മാത്രം രക്ഷകൻ, യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. ഇന്ന് രാത്രി ആ രക്ഷകനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് ആമേൻ നല്ല അന്ത്യം പ്രാപിപ്പാൻ ഏവർക്കും കൃപ നൽകട്ടെ എന്ന് ആശീർവദിച്ചു. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ഈ സഭയുടെ ചുമതലക്കാർക്കും നടത്തിപ്പുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ഇതുവരെ നിങ്ങളെല്ലാം സാധാരണ 8:30, 9 എല്ലാം വീട്ടിൽ പോകുന്നതാ. എന്നാലും ഇത്രയും പേര് ഇവിടെ സന്തോഷത്തോടിരുന്ന് ശുശ്രൂഷയെ സഹകരിച്ച് എന്നെ ഓർത്ത് പ്രാർത്ഥന എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടിയാ മതി. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്, അകൃത്യമൊക്കെയും അനുതാപത്തോ. സ്റ്റേജായിരിക്കുന്നവർക്കല്ല, നിങ്ങളവിടെയിരുന്നോ? ഇന്നവിടെ ആഗതനായിട്ടുണ്ട്, അകൃത്യമൊക്കെയും അനുതാപത്തോ. കയ്യടിച്ചൊരു പറയൂ. ഓ പാപം പോകിടും, രോഗം നീക്കിടും. ആമേൻ. പാപം പോകിടും, കയ്യടിച്ച് രോഗം നീക്കിടും. ഓ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ആമേൻ. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ ആഴന്നു വന്നിടും. മഹത്വരാജന എന്നിലേക്കുന്നവൻ എഴുന്നള്ളീടത്തെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ ആഴന്നു മാറി ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇരിക്കാം. ദൈവം എല്ലാവരെയും